കർത്താവിൻ്റെ കൃപയാൽ ഈ സഭയിലെ ഒരു എളിയ ശുശ്രൂഷകനായി കർത്താവിൻ്റെ സേവ ചെയ്യുവാൻ ദൈവം എനിക്കും കൃപ ചെയ്യുന്നു. ചില പുതിയ സ്ഥലങ്ങൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ കഴിഞ്ഞ നാളുകൾ അവിടെ അധ്വാനിക്കുകയും ദൈവോടോടി ആത്മാക്കളെ നൽകുകയും അവിടെ സഭയ്ക്കാവശ്യമായ ഭൗതിക ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് മാറിപ്പോകുകയും അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുകയും ചെയ്യുവാൻ കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ കഴിഞ്ഞ നാളുകൾ ആലോചന നൽകി. ഇപ്പോൾ ക്രൈസ്തവർ തീരെ ചുരുക്കമുള്ള ചെറുകോൽ കോഴഞ്ചേരിക്ക് സമീപയുള്ള ഒരു സ്ഥലത്ത് 7 വർഷങ്ങൾക്ക് മുൻപേ ഒരു പ്രവർത്തനം ആരംഭിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകുകയും ഏതാണ്ട് 200-ൽ പരം വിശ്വാസികൾ അവിടെ ദൈവം ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹീതമായ ആരാധന സ്ഥലത്ത് ദൈവത്തെ ആരാധിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് കൃപ ചെയ്യുകയും ചെയ്യുന്നു. ഈ കുമ്പനാട് സെൻറ്ററിൻ്റെ ഒരു അസോസിയേറ്റ് പാസ്റ്ററായി പാസ്റ്റർ T.S. എബ്രഹാമിനോടൊപ്പം പ്രവർത്തിപ്പാനും കഴിഞ്ഞ വർഷങ്ങളിലായി ദൈവം അവസരങ്ങൾ ഒരുക്കുന്നു. കുടുംബമായി കർത്താവിന് വേണ്ടി നിൽക്കുന്നു. ദൈവം ഞങ്ങൾക്ക് 3 മക്കളും കർത്താവിന് വേണ്ടി നിൽപ്പാൻ ദൈവം ഇടയാക്കുന്നു. കർത്തൃസന്നിധിയിൽ നിൽക്കുവാൻ അവൻ്റെ കൃപ അതൊന്നല്ലാതെ മറ്റൊന്നും പറയുവാനില്ല. പ്രൈസ് ദി ലോർഡ്. വാക്കുകളെ ദീർഘമാക്കാതെ ഇന്ന് തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായ അവസരങ്ങൾ ഞാൻ സന്തോഷത്തോടെ ഒരുക്കുകയും കർത്തൃദാസന്മാരിൽ നിന്ന് കേൾപ്പാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ കുടിവരവിൻ്റെ ആദ്യ സമയം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഗ്രഹീതമായി കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരിൽ നിന്ന് അവിടെ കർത്താവ് നിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വേലയെക്കുറിച്ചുള്ള വളരെ ചുരുങ്ങിയ റിപ്പോർട്ട് കേൾപ്പാനുള്ള അവസരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. കേവലം 5 മിനിറ്റുകൾ കൊണ്ടോ അല്ല 5 മണിക്കൂറുകൾ കൊണ്ടോ പറഞ്ഞു തീർക്കുവാൻ കഴിയാത്ത അനുഗ്രഹിക്കപ്പെട്ട വേലയും സാക്ഷ്യവും പ്രവർത്തനങ്ങളും അതതിടങ്ങളിൽ തൻ്റെ ദാസന്മാരെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നു. കൃപയാൽ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാരെ ഇന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ദൈവം ദാനം നൽകിയിട്ടുണ്ട്. അവരിൽ ചിലരുടെയെങ്കിലും അനുഭവങ്ങൾ, അവിടെയുള്ള പ്രവർത്തനങ്ങൾ കേൾപ്പാൻ കഴിയുന്നത് നമുക്ക് എത്രയോ സന്തോഷമാണ്. ആകയാൽ കർത്തൃദാസന്മാരിൽ 5 പേർ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ കർത്തൃ ശുശ്രൂഷയുടെ ചുമതല വഹിക്കുന്നവർ മുൻപോട്ട് വന്ന ചുരുങ്ങിയ മിനിറ്റുകൾ 5 മിനിറ്റുകൾക്കുള്ളിൽ ഓരോരുത്തരും അവിടെയുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഷോർട്ട് സമ്മറി നമുക്ക് വേണ്ടി നൽകും. കേൾക്കുവാൻ നാം ഒരുക്കത്തോടെ ഇരുന്നാൽ, പ്രാർത്ഥനയോടെ ആയിരുന്നാൽ ഓരോ റിപ്പോർട്ടുകളും അവിടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കേൾവിയും നമുക്ക് വലിയ സന്തോഷം നൽകുവാനിടയായിത്തീരും. കർത്താവിൻ്റെ ദാസന്മാരെ ഞാൻ അതിനായിട്ട് ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് കർത്താവിൻ്റെ ദാസൻ അരുണാചൽ പ്രദേശിൻ്റെ പ്രസിഡൻ്റായി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ സേവ ചെയ്യുന്ന കഴിഞ്ഞ 28-ൽ പരം വർഷങ്ങളായി അവിടെ വളരെ ശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജൻ ചാക്കോ മുൻപോട്ട് വന്ന് അവിടെയുള്ള പ്രവർത്തനത്തെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം നമുക്ക് നൽകും. കൃപയാൽ 129 സഭകളും ഏതാണ്ട് 133 പാസ്റ്റേഴ്സും നമുക്ക് അവിടെ അരുണാചൽ പ്രദേശത്തിൽ ഉണ്ട്. അനുഗ്രഹീതമായ നിലയിൽ കർത്താവിൻ്റെ വേല അവിടെ നടക്കുന്നു. അനാഥശാല, ഒരു ഹൈസ്കൂള്, ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂള്, അതുകൂടാതെ മറ്റു ചില പ്രവർത്തനങ്ങൾ, ഇവകളൊക്കെ കർത്താവിൻ്റെ ദാസനിൽ കൂടെ അവിടെ നടക്കുന്നുണ്ട് എന്നറിയുന്നത് വളരെയധികം സന്തോഷമാണ്. ഞാൻ വാക്കൽ ദീർഘമാക്കാതെ കർത്താവിൻ്റെ ദാസന് സമയം നൽകുന്നു. അടുത്ത ചില മിനിറ്റുകൾ കർത്താവിൻ്റെ ദാസൻ നമ്മോട് ചില പ്രവർത്തന റിപ്പോർട്ടുകൾ സമർപ്പിക്കും. അതിനുശേഷം ആസാമിൻ്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ ജോൺ വർഗീസ് മുൻപോട്ട് വരുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ കൂടെ ആയിരിക്കാം. കർത്താവിൻ്റെ ദാസനെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട
നമ്മുടെ നവതി കൺവെൻഷൻ്റെ 4-ാം ദിവസത്തിൻ്റെ പകൽ സമയം ദൈവജനത്തോട് ചേർന്ന് വിശേഷാൽ ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ TJ എബ്രഹാം അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന കർത്തൃദാസന്മാർ, പന്തലിൻ്റെ ഉള്ളിലും പുറത്തുമായി നിൽക്കുന്ന കർത്തൃദാസന്മാരും സഭാവിശ്വാസികളും എല്ലാവർക്കും അരുണാചൽ പ്രദേശത്ത് നിന്നുള്ള എൻ്റെ ക്രിസ്തീയ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. വലിയവനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവകൃപയാൽ 1986 ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ നോർത്തേൺ റീജിയൻ എന്നെ ആസാമിലേക്ക് ഗോഹട്ടിയിലേക്ക് അയച്ചു. അവിടെ നിന്നും 88 ഞാൻ തേസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി. അവിടെ നിൽക്കുന്ന സമയത്ത് പലവിധമാകുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങളൊക്കെയും ജീവിതത്തിൽ കടന്നു വന്നു. എങ്കിലും തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ കർത്താവ് ഇന്നുവരെയും നിർത്തി. 1988 ഓഗസ്റ്റ് മാസത്തിൽ അരുണാചൽ പ്രദേശത്തേക്ക് ഒരു പ്രത്യേകമാകുന്ന ദൈവിക നിയോഗത്തോടുകൂടെ കടന്നുപോയി. അന്ന് പെന്തക്കോസ്ത് പ്രവർത്തനം എന്താണെന്ന് അരുണാചൽ പ്രദേശത്ത് ആർക്കും അറിയുകയില്ല. ഒരളവിൽ പറഞ്ഞാൽ അരുണാചൽ പ്രദേശത്തെ ആദ്യത്തെ ഒരു പെന്തക്കോസ്റ്റൽ മിഷണറി ആയിട്ടായിരുന്നു ദൈവം എന്നെ അയച്ചത്. എനിക്ക് മുൻപായിട്ട് ബാപ്റ്റിസ്റ്റുകാരും ക്രിസ്ത്യൻ റിവൈവൽ ചർച്ചുകാരുമായിരിക്കുന്ന 2 ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. അന്നൊരു സുവിശേഷകനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 6 മാസം തടവും 6000 രൂപ പിഴയുമായിരുന്നു. ഇന്നും അരുണാചൽ പ്രദേശത്തേക്ക് എനിക്കോ നിങ്ങൾക്കോ കടന്നു പോകണമെങ്കിൽ അവിടേക്ക് പോകുവാനുള്ള പ്രത്യേകമാകുന്ന പെർമിറ്റ് ഇല്ലാതെ നമുക്കവിടെ കടന്നു പോകാൻ സാധ്യമല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവം എന്നെ ആ ദേശത്തേക്ക് അയച്ചു. കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട കൂടിവരവുകൾ ഉണ്ടാകുവാൻ കർത്താവ് സഹായിച്ചു. അതേ, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ 1-ാമത്തെ വർഷം മുതൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ തീരുമാനമെടുത്തു, ഏത് കഷ്ടതയിൽ കൂടെയും ഇവിടെ ഒരു വാർഷിക കൺവെൻഷൻ വെക്കണം. അങ്ങനെ ഞങ്ങളുടെ 15-ാമത്തെ കൺവെൻഷനിൽ പ്രസംഗിച്ച മാന്യദേഹമാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സണ്ണി ഫിലിപ്പ്. അദ്ദേഹത്തിന് ഏകദേശം അറിയാം. അദ്ദേഹം അവിടെ വരുന്ന സമയത്ത് അരുണാചൽ പ്രദേശത്ത് വന്നു. അവിടെ ഏകദേശം 500-ലധികം ആളുകൾക്ക് ഇരിക്കുവാൻ പറ്റിയ ബിൽഡിങ്ങുകളുള്ള സഭാ ഹോളുകൾ ദൈവകൃപയാൽ ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. അവിടെ ഒരു സഭാ ഹോളിൻ്റെ ഉദ്ഘാടനം കർത്താവിൻ്റെ ദാസൻ ചെയ്തു എന്നുള്ളതും അഭിമാനകരമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവകൃപയാൽ അവിടെ 129 പ്രാദേശിക കൂടിവരവുകളും 40-ലധികം ഔട്ട് സ്റ്റേഷൻസും 133 പാസ്റ്റേഴ്സും കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ദൈവകൃപയിൽ അവരിൽ ഒരുവനായിട്ട് നിൽപ്പാൻ ദൈവം സഹായിച്ചു. ആദ്യ നാളുകളിലൊക്കെയും പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെയും വളരെയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ സഭയുടെ വളർച്ചയ്ക്ക് നിധാനമായി ദൈവം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കൊരുക്കി തന്നു. ഇപ്പോൾ ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും UK നിന്നൊക്കെ പല സഹോദരങ്ങൾ ഞങ്ങളുടെ അടുക്കൽ കടന്നു വരികയും പല സോണലിൻ്റെതായിരിക്കുന്ന ഉത്തരവാദിത്വം അവരേറ്റെടുക്കുകയൊക്കെ ചെയ്ത് വളരെ വിശാലമായ നിലയിൽ ആ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുവാൻ ദൈവമായ കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. അപ്പോൾ തന്നെ അവിടെ ഒരു അനാഥശാലയുണ്ട്. ഈ അനാഥശാല, അങ്ങനെ ഒരു അനാഥശാല ആരോടെങ്കിലും പറയണമെന്ന് വിചാരിച്ച് ആരംഭിച്ചതല്ല. ഞങ്ങളുടെ ഒരു പാസ്റ്റർ അവിടുത്തെ ബോഡോ തീവ്രവാദികൾ വെട്ടിക്കൊന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ
ഭാര്യ, പിതാവും മാതാവും ചേർന്ന് ഞങ്ങളുടെ വീടിൻ്റെ വരാന്തയിൽ കൊണ്ടുവച്ചിട്ട് പോയി. അവർ പറഞ്ഞത്, നിങ്ങളുടെ പാസ്റ്ററെ കുട്ടിയാണ്, വേണമെങ്കിൽ വളർത്താമെന്ന്. സഹോദരങ്ങളെ, സന്തോഷത്തോട് പറയട്ടെ, 1, 2, 3 എന്ന് ആരംഭിച്ച് യാതൊരു മുഖത്തേക്കും നോക്കാതെ ഇന്ന് 37 കുഞ്ഞുങ്ങൾ ദൈവകൃപയാൽ ഞങ്ങളോടൊപ്പമുണ്ട്. അവരുടെ പഠിത്തത്തിന് വേണ്ടി ഒരു സ്കൂൾ ആരംഭിച്ചു. ഇന്ന് ഏകദേശം 300-ലധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന 10ാം ക്ലാസ് വരെയുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളായി വളരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ബൈബിൾ സ്കൂളും മറ്റെല്ലാ പ്രവർത്തനങ്ങളും ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഇത്രയും കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ആർക്കെങ്കിലും ആ സ്ഥലത്തേക്ക് കടന്നു വന്ന് അവിടെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ നന്ദിയോട് നിങ്ങളെ അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. എനിക്ക് സമയത്തെ അനുവദിച്ചു തന്ന ദൈവസഭയോടും വിശേഷാൽ നവതി കൺവെൻഷൻ കമ്മിറ്റി അംഗങ്ങളോടുമുള്ള നന്ദിയെ രേഖപ്പെടുത്തി ഞാൻ ദൈവസ്ഥലിരിക്കുന്നു. കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നാം ദൈവവചനം കേട്ട് ഹൃദയം നിറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ത്യയുടെ ഇരുളടഞ്ഞ സ്റ്റേറ്റുകളിൽ കടന്നു പോകുവാനോ സുവിശേഷം അറിയിപ്പാനോ സ്വാതന്ത്ര്യമില്ലാത്ത ഇടങ്ങളിൽ പോയി കഴിഞ്ഞ നാളുകളിൽ കർത്താവിൻ്റെ വേല ചെയ്ത തൻ്റെ ദാസന്മാരെ ഈ സ്റ്റേജിൽ കാണുമ്പോൾ തന്നെ പ്രൈസ് ദി ലോർഡ്, നാം ദൈവത്തിന് എത്ര മഹത്വം കരയറ്റണം. അവരുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് എത്രയോ ഉത്തേജനം നൽകുന്നതാണ്. കൃപയാൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ഇന്ത്യയുടെ ഏകദേശം എല്ലാ സ്റ്റേറ്റുകളിലും പ്രവർത്തനങ്ങൾ ആരംഭിപ്പാൻ ദൈവം ഇടയാക്കി. ഇനിയും നാം പ്രാർത്ഥനയോടെ കടന്നു ചെല്ലേണ്ട ഇടങ്ങളുണ്ട്. തുടർന്ന് കർത്താവിൻ്റെ ദാസന്മാരിൽ നിന്ന് കേൾക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടെ നാം ആയിരിക്കണം. ആസാം സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കുമരാട് സ്വദേശി, ഞങ്ങൾ സ്നേഹത്തോടെ തങ്കച്ചായൻ എന്ന് വിളിക്കുന്ന പാസ്റ്റർ ജോൺ വർഗീസ് തുടർന്ന് ചില മിനിറ്റുകൾ അവിടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മോട് അറിയിക്കും. ഏതാണ്ട് 33 വർഷങ്ങളായി അദ്ദേഹം തൻ്റെ സമയങ്ങൾ കൂടുതലും അവിടെയാണ്. അമേരിക്കയിൽ ഒക്കെ പോയി താമസിക്കുന്നെങ്കിലും പ്രവർത്തന സ്ഥലത്ത് കൂടുതൽ സമയങ്ങൾ എടുക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് അവിടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രാർത്ഥനയോടെ കേൾക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തീം പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഈ കുമ്പനാട്ട് ജനിച്ചു വളർന്നു എങ്കിൽ തന്നെ ഞാനിപ്പോൾ ഓർക്കുന്നു, ചെറുപ്രായത്തിൽ ഇതുപോലെ കൺവെൻഷൻ്റെ മുമ്പിൽ വള്ളിനിക്കർ വിട്ട് ഇങ്ങനെ വന്ന് മേളോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു അന്ന് കൺവെൻഷൻ നടക്കുമ്പോൾ. ദൈവകൃപയാൽ ഇന്ന് സ്റ്റേജിൽ നിൽപ്പാൻ ദൈവം അതിനുള്ള ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. ആരംഭകാലത്ത് ഏകദേശം 40 വർഷമാകുന്നു ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു വേലക്കാരനായിരിക്കാൻ ദൈവം ഇടയാക്കി. ആരംഭകാലത്ത് തൃശ്ശൂർ, ചാലശ്ശേരി, തൃശ്ശൂർ, നെല്ലിക്കുന്ന്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ നെല്ലിക്കുന്ന് സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പനുസരിച്ച്, അതാണ് നമ്മുടെ വിഷയം, ഇന്നത്തെ വിഷയം നടത്തിപ്പ്, ആത്മാവിൻ്റെ നടത്തിപ്പെന്നാണ്. ആ നടത്തിപ്പനുസരിച്ച് നോർത്ത് ഇന്ത്യക്ക് പോകാൻ തീരുമാനിച്ചു. അന്ന് ഹിന്ദി ABCD അറിയത്തില്ല എങ്കിലും ആത്മാവ് പറഞ്ഞു കടന്നു പോകാനിടയായി. രാജസ്ഥാനിൽ അൾവറിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഏകദേശം 4.5 വർഷം ചെയ്തു. അതിനുശേഷം ആസാമിലോട്ട് കടന്നുപോയി. അവിടെ ഇരുളടഞ്ഞ പ്രദേശത്ത് കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്തു. ഗോഹട്ടിയിൽ ആരംഭിപ്പാനിടയായി. അതിനുശേഷം ഇന്ന് ദൈവകൃപയാൽ ആസാമിലെല്ലാ ഇടങ്ങളിലും ദൈവപ്രവൃത്തി വിശാലമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ആസാമിൽ അദ്ദേഹം താനും പറയും, ആസാമിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. താൻ അവിടുത്തെ പ്രവർത്തനത്തെക്കുറിച്ച് പറയും. അമേരിക്കയെ കടന്നുപോയി സെറ്റിലായെങ്കിലും അവിടുന്ന് ഞാൻ കൂടുതൽ സമയം ആസാമിലാണ്. ഇനിയും ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷം മുതൽ പൂർണ്ണമായി ആസാമിൽ ഒന്ന് പാർക്കാനാണ് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം ആസാമിലെ പ്രവർത്തനം ശക്തമായി എല്ലാ വില്ലേജിലും ആരംഭിപ്പാൻ പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള കാര്യങ്ങൾ താനോട് പറയും. Praise the Lord. I praise God for this wonderful occasion which God has given in my life to stand in front of you and also in front of our great servant of God is here.
So I greet you in the name of Lord and Savior Jesus Christ. Also, I bring greetings from our IPC, Indian Pentecostal Church of God, Assam. I'm so happy to be here this 19th annual convention. Actually, I like to come and have attend this kind of convention, and I am so blessed. Year of 1980, the servant of God, our President John Varghese, he came to Assam and he started Pentecostal ministry in Assam. Previous, we had only few churches like Roman Catholic and Baptist and CNI, something like that. There was no more Pentecostal churches. And the year of 1994, servant of God, he started one Bible college there. And year of 1994, I went there for study by the grace of God. That time I was so small, young, and I left everything and I went to study the Word of God to Bible College. After completing that, I went to Rajasthan Emmanuel Bible College, and I have completed BD from there. And again I came back, and now I am working in Assam as a Vice President. And God is blessing our ministry. We have many churches, many IPC churches in different places of Assam. Also, we have one orphanages. We like this Kerala, the land of Kerala. It is so nice. It is blessed state. And I like the people of Kerala. I like the language of Kerala. When the people are singing Malayalam song, that time the spirit is coming. And our side, you know, when the people are singing song, no clapping, no shouting, nothing else. So I like it. And now I don't have time, only 2 lines. I'm going to sing a Malayalam song. Kannuneerenno maarumo vedanangalennu teerumo Kannuneerenno maarumo vedanangalennu teerumo Kashtapatin kalangalil Rakshapanai varane Kashtapatin kalangalil Rakshapanai varane Kannuneerennu maarumo vedanangalennu teerumo Kannuneerennu maarumo vedanangalennu teerumo. Praise the Lord. Hallelujah. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെയുള്ളതായ ദൈവദാസന്മാരെല്ലാവരും ആസാമി പാസ്റ്റർമാരാണ്. മലയാളി സഭകളല്ല, ആസാമി പാസ്റ്റർമാരാണ്. ദൈവകൃപയാൽ അവിടുത്തെ വേലയെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇദ്ദേഹമാണ് ഞാൻ അവിടെ ഇല്ലാത്തപ്പോൾ എല്ലാ ശുശ്രൂഷകളും നടത്തുന്നത്. മരണം ഉണ്ടായാലും വിവാഹം നടന്നാലും എല്ലാം അദ്ദേഹമാണ് നടത്തുന്നതാണ്. IPC ആസാം സ്റ്റേറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഇന്ന് ഞാൻ വചനത്തിൽ നിന്നൊന്നും എടുക്കുന്നില്ല എന്ന് വെച്ചത് അവിടെ ഹിന്ദി മീറ്റിങ്ങിൽ വചന ശുശ്രൂഷയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവിടേക്ക് കടന്നു പോവുകയാണ്. ദൈവത്തിന് അസാമിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് കരങ്ങളെ ഉയർത്തി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ശ്യാമുവേൽ എം തോമസ്, ജാർഖണ്ഡിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, അവിടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് ചെറിയ തോതിലുള്ള അറിവ് നൽകുന്നതായിരിക്കും. സമയം വളരെ ഇല്ലാത്തത് കൊണ്ട് വിവിധ സ്റ്റേറ്റുകളിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് കേൾപ്പാൻ നമുക്ക് കഴിയാത്തത് ഒരു കുറവ് തന്നെയാണ്. ശ്രദ്ധയോടെയായിരിക്കാം. കർത്തൃദാസൻ തുടർന്ന് നമ്മോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഉച്ച സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. IPC ജനറൽ കൺവെൻഷൻ്റെ 90ാമത് ജനറൽ കൺവെൻഷൻ്റെ ഈ ബുധനാഴ്ചയുള്ള ഉച്ചയ്ക്കത്തുള്ള മീറ്റിങ്ങിൽ ഇങ്ങനെ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ വലിയവനായ ദൈവൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തും, ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാവിലെ സമയം നടന്ന ഹിന്ദി മീറ്റിങ്ങിൽ അവിടെ ദൈവജനം സൂക്ഷിപ്പാൻ ദൈവ അവസരം ഒരുക്കി. ഇന്നിങ്ങനെ ഈ പന്തലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ വഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ പാസ്റ്റർ ശ്യാമുവേൽ തോമസ് കഴിഞ്ഞ 34 വർഷമായിട്ട് അബുദാബിയിൽ ദൈവത്തെ ആരാധിപ്പാനും ദൈവവേരുള്ള ബന്ധത്തിലായിരിക്കാനും കഴിഞ്ഞ നാളുകൾ കർത്താവ് ജീവിതത്തിൽ ഒരുക്കിയ
നല്ല വസ്ത്രത്തിനായി സ്തോത്രം കൂടുമായി കുഞ്ഞുങ്ങൾ ഒരുമിച്ച് അബുദാബിയിലും ജാർഖണ്ഡിൻ്റെ ദേശത്തും കർത്താവിന് വേണ്ടി നിൽപ്പാൻ ദൈവം ഒരുക്കുന്ന വഴികൾക്കായി സ്തോത്രം. 2006 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ജാർഖണ്ഡിൻ്റെ ദേശത്തിലേക്ക് കടന്നു പോകാൻ ദൈവം മുഖാന്തരങ്ങളെ സവാശികളെ ഒരുക്കി. അവിടെ കടന്നു നിന്നപ്പോൾ ചില മണിക്കൂറുകൾ ഇങ്ങനെ ഒരു വാഹനത്തിൽ കൂടെ സഞ്ചരിക്കുകയായിരുന്നു ഞങ്ങൾ. ഒരു വലിയ ഒരു നെൽപ്പാടത്തിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ നെൽപ്പാടം ഞാനിങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സമയത്തിനോട് ഇടപെടുവാൻ വളരെ ശക്തമായിട്ട് ഇടപെടുവാൻ ഇടയായി. നീ നിന്റെ സൈഡിലുള്ള നെൽപ്പാടങ്ങളെ നോക്കുക, എത്ര മനോഹരമായ നെൽപ്പാടങ്ങളാണ്, വിളഞ്ഞ് കൊയ്യാറായി കിടക്കുന്ന നെൽപ്പാടങ്ങൾ. വളരെ സന്തോഷമല്ലേ? ഞാനത് വളരെ സന്തോഷിച്ച് കണ്ടുകൊണ്ടിരിക്കുക, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് എന്നോട് ഇടപെടുവാനിടയായി. നീ ഇന്ന് കാണുന്ന ഈ നെൽപ്പാടങ്ങൾ ഇവിടെയുള്ള ജനങ്ങളാണ്. ഇന്ന് ഈ ജനങ്ങൾ കർത്താവിന് വേണ്ടി വേർതിരിക്കുവാൻ തക്കണം തയ്യാറായിരിക്കുകയാണ്. നീ അതിനുവേണ്ടി നിന്റെ സമയം ചെലവഴിക്കുന്നുവെങ്കിൽ, നിന്റെ ആരോഗ്യം ചെലവഴിക്കുന്നുവെങ്കിൽ, നിന്റെ സാമ്പത്തികം ചെലവഴിക്കുന്നുവെങ്കിൽ നിനക്ക് ഈ ആത്മാക്കളെ നേടുവാൻ തക്കണം സാധിക്കും. അതല്ല എങ്കിൽ നീ ഓർത്തുകൊള്ളുക, വലിയൊരു കാറ്റ് പുറകെ വരുന്നുണ്ട്, വലിയൊരു മഴ പുറകെ വരുന്നുണ്ട്. ഈ കാണുന്ന നെൽപ്പാടങ്ങളെല്ലാം നശിക്കും. ഇതിനെല്ലാം നീ ഉത്തരവാദിത്വം പറയേണ്ടി വരും. വളരെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്ന് പകൽക്കാലം എന്നോട് ഇടപെട്ടു. ഞാൻ ദൈവസ്ഥനിൽ എന്നെ ഏൽപ്പിച്ചു, പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങയുടെ ഹിതത്തിനായി എന്നെ സമർപ്പിക്കുന്നു, എന്നെ ഏൽപ്പിക്കുന്നു എന്ന് ഞാൻ പ്രാർത്ഥിപ്പാൻ തക്കനിടയായി. അങ്ങനെ 2006 ദൈവത്തിൻ്റെ കൃപയിൽ, ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ആ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രേരണ നിമിത്തം ആരംഭിച്ചതായ പ്രവർത്തനം 2010 ആയപ്പോഴത്തേക്ക് ഏതാണ്ട് 50-ലധികം പ്രവർത്തനങ്ങളായി വളരുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഇപ്പോൾ അവിടെ 106 സഭകളും കർത്താവിൻ്റെ ദാസന്മാരും അവിടെ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നു. ഏതാണ്ട് 300-ലധികം ഗ്രാമങ്ങളിൽ പോയി ചെന്ന് പ്രവർത്തിക്കുവാൻ, അവിടെയൊക്കെ ഭവന ആരാധനകൾ നടക്കുവാൻ തക്കണം ദൈവമുള്ള സാവകാശങ്ങളെ കർത്താവ് ഒരുക്കുന്നു. എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവജനമേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതുപോലെ വലിയൊരു കൊയ്ത്തിൻ്റെ കാലം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ദിവസങ്ങളിൽ കൊയ്ത്തിനു വേണ്ടി ഹല്ലേലൂയ യജമാനന്മാരെ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നാം ഓരോരുത്തരും ഇറങ്ങുന്നുവെങ്കിൽ, അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിക്കുന്നുവെങ്കിൽ നമുക്ക് അനേക ആത്മാക്കളെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊയ്തെടുത്ത് ആ കർത്താവിൻ്റെ വരവെങ്കിൽ അനേക കറ്റകളെ കാഴ്ചവെക്കുവാൻ ദൈവം സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്കറിയാമല്ലോ, ജാർഖണ്ഡിനെ കുറിച്ച് പലരും കേട്ടുള്ളവരായിരിക്കാം. 32,000-ലധികം ഗ്രാമങ്ങളുള്ള ജാർഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇന്നും ഏതാണ്ട് 26,000-ൽ പരം ഗ്രാമങ്ങളിൽ ആദിവാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ 26,000-ൽ പരം ഗ്രാമങ്ങൾ ഇന്നും യേശു എന്നുള്ള പേര് കേൾക്കാത്തതായ ഗ്രാമങ്ങളാണെന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഇന്ന് നമുക്ക് കേരളത്തിൽ എത്ര സന്തോഷമുണ്ട്, ദൈവസഭകളുണ്ട്, കർത്താവിൻ്റെ ദാസന്മാരുണ്ട്, ദൈവജനങ്ങളുണ്ട്. എന്നാൽ ഇന്നും പല ഗ്രാമങ്ങളിൽ ചെന്നാൽ യേശു എന്ന് പേര് പോലും കേൾക്കാത്തതായ അനേക വ്യക്തികൾ, അനേക ദേശങ്ങൾ അവിടെ ഉള്ളത് നമ്മൾ ഈ ദിവസം ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം ആത്മാക്കളെ തരുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടുത്തെ പ്രവർത്തനത്തെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ഒരു വാക്യം മാത്രം വായിച്ച് ഞാൻ ഇരിപ്പാനാണ് ആഗ്രഹിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നു. അത് വായിച്ചാട്ടെ. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, താഴ്വരയുടെ നടുവിൽ എന്നെ നിർത്തി. അത് അസ്ഥികൾ നിറഞ്ഞിരുന്നു, അത് അസ്ഥികൾ നിറഞ്ഞിരുന്നു. ഹല്ലേലൂയ. ദൈവജനമേ ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹല്ലേലൂയ നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ പ്രാവശ്യം തിരഞ്ഞെടുത്തിരിക്കുന്ന തീം വളരെ ഞാൻ സന്തോഷം നിറഞ്ഞ ഒരു തീമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിവിടെ വായിച്ചത് ദൈവത്തിന്റെ കൈ എന്റെ മേൽ വന്നു, ആത്മാവെന്നെ
യാത്രയാക്കി. ഹല്ലേലൂയ. അസ്ഥികൾ നിറഞ്ഞതായ താഴ്വരയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ മാനിക്കുന്ന, നമുക്ക് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം അത് അസ്ഥികൾ നിറഞ്ഞ താഴ്വരയാണ്, ഇവിടെ യാതൊരു വിധമായ രീതിയിലുള്ളതായ പ്രവർത്തനം നടക്കത്തില്ല എന്ന് പലപ്പോഴും നമ്മൾ വിചാരിച്ചേക്കാം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവകൃപയിൽ ആശ്രയിച്ച് ആ ദേശത്തോട് നമ്മൾ പ്രവചിപ്പാൻ, ആ ദേശത്തോട് നമ്മൾ സുവിശേഷം അറിയിപ്പാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ആ ദേശത്തിന്മേൽ ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ ചെയ്യുവാൻ ദൈവം വിശ്വാസനാണ്. കാര്യം ആത്മാക്കളുടെ ഉടയവൻ നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവജനമേ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മൾ വലിയൊരു ഉത്തരവാദിത്വം, ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസത്തിൽ ആത്മാവ് നിറഞ്ഞവരായി ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ ജീവിതങ്ങൾ ചിന്തിക്കുന്നത്, പ്രിയപ്പെട്ടവർ ചിന്തിക്കുന്നത്, ആത്മാവിനെ തന്നത് ദൈവസഭയിൽ പാട്ടുപാടി ആരാധിക്കുവാൻ മാത്രമാണ് എന്നുള്ളൊരു ചിന്തയാണ് പലർക്കും ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസം ആത്മാവ് നിറഞ്ഞവരായി ഹല്ലേലൂയ നമ്മുടെ ദേശം ഒന്ന് വിടുവാൻ, നമ്മുടെ സ്റ്റേറ്റ് ഒന്ന് വിടുവാൻ, അനേകം നശിച്ചു പോകുന്ന ജനങ്ങളുടെ നടുവിലേക്ക് ഒന്ന് കടന്നു ചെല്ലുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ജീവിതങ്ങളോട് പ്രവചിപ്പാൻ, ജീവിതങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അയാളുടെ മുഖാന്തരങ്ങളെയും സാവാസങ്ങളെയും ഒരുക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നാം എല്ലാവരും കുമ്പനാട് കൺവെൻഷൻ പന്തലിൻ്റെ കീഴിലാണെങ്കിലും ചില സമയങ്ങളിലായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലെ സുവിശേഷ വയലുകളിൽ കൂടെ നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ശ്രദ്ധിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ത്യയുടെ ഒരു കോണ് മുതൽ മറ്റേ കോണ് മുതൽ വരെയുള്ള സുവിശേഷ വയലുകളിൽ കൂടെ നമ്മെ നടത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ? ദൈവം ഇന്ത്യയെ ഈ നാളുകൾ ഉണർത്തുവാൻ പോകുകയാണ്. ദൈവം നമുക്കതിനെ അവകാശമായി നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജാർഖണ്ഡിനെ ഓർത്ത്, അവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് നമ്മുടെ ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. സമയം ലാഭിക്കുവാൻ ഞാൻ ബന്ധപ്പെടുകയാണ്. പാസ്റ്റർ കെ.വൈ. ഗീവറീസ് അവറുകൾ ഹരിയാനയുടെ പ്രസിഡന്റാണ്. അവിടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്പസമയങ്ങൾ നമ്മോട് സംസാരിക്കും. അതിനുശേഷം പാസ്റ്റർ ജോൺ ഉമ്മൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1968 ദൈവം വടക്കേ ഇന്ത്യയിലേക്ക് അയച്ചു. അതുമുതൽ അവിടെ വിവിധ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ട് പോരുവാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2007 മുതൽ ഹരിയാന മാത്രം, അതിനു മുമ്പ് ഹരിയാന, രാജസ്ഥാൻ, പാർട്ട് ഓഫ് പഞ്ചാബ്, ഇങ്ങനെയായിരുന്നു IPC വെസ്റ്റ് സെൻട്രൽ റീജിയൻ എന്ന പേരിൽ എന്നെ ചുമതലപ്പെടുത്തിയിരുന്നത്. എന്നാൽ 2007 മുതൽ ഹരിയാന മാത്രമായി പ്രവർത്തനങ്ങൾ അത് നടത്തിക്കൊണ്ട് പോകുവാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 120-ലധികം കർത്താവിൻ്റെ വേലക്കാർ ഞങ്ങളോടൊത്ത് അവിടെ പ്രവർത്തിക്കുന്നു. അവരെല്ലാം വടക്കേ ഇന്ത്യക്കാരാണ്, ഹരിയാനക്കാരാണ്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഏതാണ്ട് 147ഓളം ചെറിയ സഭകൾ ആ സ്ഥാനങ്ങളിൽ ദൈവം രൂപപ്പെടുവാൻ ദൈവം കൃപ ചെയ്തു. അതും അവിടുത്തുകാർ മാത്രമാണ്, മലയാളികളായ ഒരു വിശ്വാസി പോലും ആ കൂട്ടത്തിൽ ഇല്ല. കാരണം ഉൾഭാഗങ്ങളിലാണ്. സിറ്റികളിൽ മലയാളികളുണ്ട്, ഞങ്ങൾ സിറ്റികളിൽ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ ഉൾഭാഗങ്ങളിൽ ഹരിയാനയുടെ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ബിർഡാന എന്ന ഒരു ഗ്രാമത്തിൽ കഴിഞ്ഞ ഒരു സമയത്ത് നടന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. അവിടെ ഞായറാഴ്ച വൈകിട്ട് സഭായോഗം നടക്കുകയാണ്. ആ ഗ്രാമത്തിൽ പാലാ സിംഗ് എന്ന് പറഞ്ഞ ഒരു സിഖ് യുവാവ്, 22 വയസ്സുള്ള ആ യൗവനക്കാരൻ ഭ്രാന്തനായി വലിയ ബഹളങ്ങൾ ഉണ്ടാക്കി, വരുന്നവരെല്ലാം അടിക്കുകയും ഒരു നിവൃത്തിയുമില്ലാതെ അവർ 5-8 പേര് ചേർന്ന് അവനെ പിടിച്ച് കെട്ടി ഒരു കട്ടിലിൽ കൈയും കാലും എല്ലാം കൂടെ ചേർത്ത് കെട്ടി ആ കട്ടിലോടെ എടുത്തുകൊണ്ട് വരികയാണ്. മുള കൊണ്ടുണ്ടാക്കിയ കട്ടിലാണ്. ക്രിസ്ത്യാനികൾ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്രാമം മുഴുവൻ
ഈ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കടന്നു വരികയാണ്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. കുൽദീപ് സിംഗ് വേദി എന്ന് പറഞ്ഞൊരു ദൈവദാസനും ജയൽ ചാന്ദ്, ആ രണ്ട് സഹോദരന്മാരായിരുന്നു അപ്പോൾ ആ സഭായോഗത്തിൽ സംബന്ധിച്ചു കൊണ്ടിരുന്നത്. ആ ദൈവദാസന്മാരുടെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർ ആവശ്യപ്പെട്ടു. ദൈവത്തിന് സ്തോത്ര സഭാമത്വമായി അരമണിക്കൂറോളം ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ചതിന് ശേഷം ആ കുൽദീപ് സിംഗ് യേശുവിൻ്റെ നാമത്തിൽ അവനുള്ള അശുദ്ധാത്മാവിനെ ശാസിക്കുകയും അതവരെ വിട്ടുമാറുകയും അവൻ സ്വസ്ഥതയുള്ളവനായി തീരുകയും ചെയ്തു. അത് കണ്ട ഗ്രാമക്കാർ വളരെ സന്തോഷത്തോടെ ഈ യൗവനക്കാരൻ്റെ വീട്ടിൽ ചെന്ന് പറയുകയും അവൻ്റെ പേരൻസ് അവിടേക്ക് ഓടി വന്നു. അവരുടെ വീട്ടിലേക്ക് വരെ വിളിച്ചു. രാത്രി 2:30 വരെ ആ സഭായോഗം തുടർന്നു പോരുവാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ ആ മാതാവും പിതാവും ഈ യൗവനക്കാരനും സ്നാനമേൽക്കുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പോയി തിയോളജി പറഞ്ഞാൽ ആരും കേൾക്കുകയില്ല, ആരും ശ്രദ്ധിക്കുകയില്ല, ആരും അതിനോട് റെസ്പോണ്ട് ചെയ്യുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് നടക്കുമ്പോൾ ജനം താല്പര്യത്തോട് മുമ്പോട്ട് കടന്നു വരും. മറ്റൊരു ഗ്രാമത്തിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു സ്കൂൾ ടീച്ചർ, ഒരു സുവിശേഷ വിരോധി, 10-15 യൗവനക്കാർ വടിയും വാളും എല്ലാമായിട്ട് നേരെ വന്നു പ്രചാർ ബന്ദ് കരോ, പ്രസംഗിക്കുന്ന നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അന്തരീക്ഷം വളരെ മോശമാകുന്നത് കണ്ട് ഞാൻ മുമ്പോട്ട് ചെന്ന് ആ സഹോദരനോട് ആ സാർ വന്നിരുന്നാട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് നീ പ്രസംഗിക്കാൻ പാടില്ല ബൈബിൾ, അഥവാ ഇന്ന് നീ പ്രസംഗിക്കുന്നെങ്കിൽ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗീത എൻ്റെ കയ്യിൽ തന്നു. എനിക്കത് വായിക്കാനും അറിയത്തില്ല, പ്രസംഗിക്കാനും അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. എങ്കിലും അന്തരീക്ഷം മോശമാകാതിരിക്കാൻ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിച്ചു. ഞാൻ ഇന്ന് ഗീത പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. ഞാൻ ഇരുന്ന് നേരത്തെ ഒരു കസേര അവിടെ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ അദ്ദേഹത്തെ ഇരുത്തി. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് എല്ലാം അദ്ദേഹത്തിന് ചുറ്റും കൂടി നിന്നു. സാറേ, ഞാൻ ഒരു കാര്യം പറയുന്നു, സാർ ഒന്ന് ശ്രദ്ധിക്കണം. 3000-ഓളം കിലോമീറ്റർ ദൂരെ കേരളത്തിൽ നിന്ന് നിന്റെ ഗ്രാമം വരെ ദൈവം എന്നെ കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ് അതിന് പിൻപിൽ പ്രവർത്തിച്ചതായ ശക്തി എന്താണ്, എന്തുകൊണ്ട് ഞാൻ ഇവിടെ വരെ വന്നു, ആ കാര്യം സാർ ഒന്ന് കേൾക്കണം. അതിനുശേഷം ഗീത പ്രസംഗിക്കാം. അയാൾ സന്തോഷത്തോടെ ഗീത പ്രസംഗിക്കാന്ന് പറഞ്ഞപ്പോൾ ആ സന്തോഷത്തോടെ ഇവിടെ ഇരുന്നു. ഞാൻ പതുക്കെ പ്രസംഗം തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. യേശു എൻ്റെ ജീവിതത്തിൽ വന്നു, എന്നെ രൂപാന്തരപ്പെടുത്തി. ഈ ബൈബിളാണ് ഇതിന് കാരണം. ഈ ബൈബിൾ പറയുന്ന യേശുവാണ് എന്നെ രക്ഷിച്ചത്. ആ യേശുവിൻ്റെ വചനമാണ് എന്നിൽ ക്രിയ ചെയ്തത്. അങ്ങനെ യേശു എനിക്കൊരു പുത്തൻ ജീവൻ തന്നു എന്ന് പറഞ്ഞു. ആ ദൈവത്തിന്റെ വചനം തന്നെ എന്നെ ദിനംതോറും വളർത്തുന്നു ആത്മജീവനിൽ. അത് മാത്രമല്ല, ആ ദൈവത്തിന്റെ വചനം ശത്രുവിനോട് പൊരുതുവാൻ എന്നെ ക്ഷമതയുള്ളവനാക്കുന്നു. തീർന്നില്ല, ആ വചനം വിശുദ്ധിയിൽ ജീവിപ്പാൻ എനിക്ക് പ്രാപ്തി നൽകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് 42 മിനിറ്റ് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വാക്യങ്ങളെല്ലാം വായിച്ച് കേൾപ്പിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം എന്തുകൊണ്ടോ അപ്പോൾ ഈ പാടത്ത് പണി ചെയ്ത പാവപ്പെട്ട വിശ്വാസികളാണ്. അവര് ശബ്ദം ഉണ്ടാക്കാതെ കണ്ണുനീരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എഴുന്നേറ്റ് ഗീതയും എടുത്തുകൊണ്ട് ഒരു ശല്യം ഉണ്ടാക്കാതെ അങ്ങ് പോയി. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇങ്ങനെ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപകടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു, ആപത്തുകളിൽ നിന്ന് വിടുവിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം അവിടെ ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ആ പ്രദേശത്തെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. KC തോമസ്, കേരള സ്റ്റേറ്റിന്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ സഭയാണ് ഒരു ചെറിയ സഹായം ഞങ്ങൾക്ക് അവിടുത്തെ വേലയ്ക്ക് തരുന്നത്. ലോകത്തിൽ നിന്നും മറ്റെങ്ങുന്നൊന്നും ആരും ഞങ്ങളെ സഹായിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ കാര്യം കൂടെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവത്തിന് മഹത്വം. കേരളത്തിലെ പന്തലുകളിൽ മാത്രമല്ല, വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിലും ഹരിയാനയുടെ ഗ്രാമങ്ങളിലും ദൈവം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാതുകളെ തുറന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കേൾക്കുവാൻ ദൈവം ഈ പകൽക്കാലം നമുക്കിടയാക്കിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവിടെയും ഇവിടെയും തൻ്റെ ജനത്തെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു, വിടുതലുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവത്തെ ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹിമാചൽ പ്രദേശത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ ജോൺ ഉമ്മൻ അവர்களാണ് അവിടുത്തെ ചുമതല പ്രസിഡന്റായി വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ചുരുങ്ങിയ സമയം കൊണ്ട് അവിടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ചെറിയ രൂപം നമുക്ക് നൽകും. കർത്താവിൻ്റെ ദാസൻ നമ്മോട് സംസാരിക്കുന്ന പ്രാർത്ഥനയോടെ ആയിരിക്കും. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വലിയൊരു കൂട്ടത്തോടല്ല, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ നിൽക്കുന്നു എന്നുള്ളതിനാണ് ഞങ്ങൾക്ക് ആവശ്യം. ഇതിനകത്ത് ആളുകൾ നിറഞ്ഞു നിൽക്കുന്നതിനേക്കാൾ പ്രാർത്ഥിക്കുന്ന 5 ദൈവമക്കൾ വടക്കേ ഇന്ത്യക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു എങ്കിൽ അത് വ്യതിയാനങ്ങൾ വരുത്തും.
എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മറുരൂപമേ, യേശു ഗലീലാക്കട തീരത്തെ അനേക പുരുഷന്മാരോട് സംസാരിച്ചു. മറുരൂപമലയിൽ പ്രാർത്ഥിക്കുവാൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഹാലലൂയ. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് കേൾക്കുന്നതിൽ ഞങ്ങൾ ദൈവത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഞാൻ ഹിമാചലിനെ കുറിച്ച് ഒത്തിരി ഒന്നും പറയും. എനിക്കറിയാം, ഹിമാചൽ വലിയ പർവ്വതമുണ്ട്, അവിടെ മഞ്ഞുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് പ്രവർത്തനമൊക്കെ ഉള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. 36 വർഷങ്ങൾക്ക് മുമ്പ് ജോർജ് കുട്ടി പ്രൈസ് ഞങ്ങൾ ഒരുമിച്ച് ഡൂൺ ബൈബിൾ കോളേജിൽ പഠിക്കുകയായിരുന്നു. രാത്രിയുടെ സമയത്ത് 2-3 മണിക്കൂർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അന്ന് ഈ ഞങ്ങൾ പറയും എവിടേക്ക് പോകും. ഈ സഹോദരനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഹിമാചലിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ ആദ്യം ഹിമാചലിൽ പോയി, സിംലയിൽ 2 വർഷം പ്രവർത്തിച്ചു. പഞ്ചാബിൽ വന്നു പോസ്റ്റിങ്. അത് കഴിഞ്ഞ് KT തോമാച്ചൻ്റെ ചർച്ച് വന്നു. അത് കഴിഞ്ഞ് ജനപുരി ചർച്ച് സ്റ്റാർട്ട് ചെയ്തു. ദൈവം പിന്നെയും എന്നെ ചണ്ഡീഗഡിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് 36 വർഷങ്ങൾക്ക് മുമ്പ് ഏത് വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുവോ അതിന് ഉത്തരം കർത്താവ് തന്നു. ദൈവമക്കളെ, നിങ്ങൾ ഹാലലൂയ ഒരു വർഷേ ഹാലലൂയ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. ഏത് വിഷയത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അതിന് ഉത്തരം തരുന്നവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷേ 1-2 ദിവസങ്ങൾ കൊണ്ട് അത് സാധ്യമാകയില്ലായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവൻ അത് നിവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ പറയപ്പെട്ട ആസാമിലേക്ക്, അരുണാചൽ പ്രദേശിലേക്ക്, ഛത്തീസ്ഗഡിലേക്ക്, ഹിമാചലിലേക്ക്, പഞ്ചാബിലേക്ക്, ഹരിയാനയിലേക്ക്, കർത്താവേ നീ എന്നെ ഒന്ന് അയക്കണമേ, എൻ്റെ സന്തതികളെ ഒന്ന് അയക്കണമേ. ദൈവം അത് നിവർത്തിക്കും. അതാണ് നമുക്ക് ആവശ്യം. ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. അവിടെ ഏതാണ്ട് ഒത്തിരി ഉണ്ടെന്ന് പറയുവാനായിട്ടല്ല, അവിടെ ഒന്നുമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. അതായത് ആ ദൈവത്തിൻ്റെ ദാസനായ യോശുവ പ്രായം ചെന്നു. കർത്താവ് അവനോട് പറഞ്ഞു, നീ പ്രായം ചെന്നു, എന്നാൽ ഇനിയും അധികം ദേശം നിനക്ക് കൈവശമാക്കുവാനുണ്ട്. ഹല്ലേലൂയ. നവതി കൺവെൻഷനിൽ 90 ആയതിൽ നാം സന്തോഷിക്കുകയല്ല, നമുക്കധികം ദേശങ്ങൾ കൈവശമാക്കുവാനുണ്ടേയുള്ള ദർശനത്തോടുകൂടെ ഇവിടെ നിന്ന് ദൈവമക്കൾ കടന്നു പോകണം. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും ഇന്ത്യയുടെ ഒരു മാപ്പ്, ഒരു ഭൂപടം മേടിക്കണം. നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് ഓരോ സ്റ്റേറ്റിനു വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാണ്. എനിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, ഏറിയാൽ എൻ്റെ ചുറ്റുപാടുകൾക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം നമ്മൾ. ഈ മഹായോഗത്തിൽ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് ചുമ്മാതല്ല. നാം ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ ഹിമാചൽ പ്രദേശത്തെക്കുറിച്ച് കേട്ടു. അവിടെയുള്ള പ്രവർത്തനത്തെക്കുറിച്ച് നാം കേട്ട് കഴിഞ്ഞു. ഇന്ന് പകൽക്കാലത്തെ യോഗത്തിൽ കൂടി വന്ന എന്നോടും നിങ്ങളോടും ദൈവത്തിന് പറയുവാനുള്ളത്, ഒരുപക്ഷെ ഈ സ്ഥലങ്ങളിൽ പോകാത്തവരാണ് നമ്മളിൽ നല്ലൊരു പങ്കാളികൾ എന്നെ പോലെ. സ്തോത്രം. എന്നാൽ ഇന്നു മുതൽ ഈ സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഇന്ത്യയുടെ സ്റ്റേറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, പ്രൈസ് ദി ലോർഡ്, അവിടെ കർത്താവിൻ്റെ വേലയുടെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എത്ര പേർ തീരുമാനിക്കും? അങ്ങനെയുള്ളവർക്ക് ഞങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്താമോ? ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സമയത്തിൻ്റെ പരിമിതി അറിഞ്ഞ് ഞാൻ തിടുക്കത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. തുടർന്ന് അനുഗ്രഹീതരായ 4 ദൈവദാസന്മാരിൽ നിന്ന് ദൈവത്തിൻ്റെ ആലോചനകൾ നാം ശ്രദ്ധിക്കുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ ഞാൻ വളരെ പ്രിയപ്പെടുന്ന റവറൻഡ് കുഞ്ഞപ്പൻ സി വർഗീസ് സാർ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് 1-1.5 മണിക്കൂറുകൾ കൊണ്ട് പ്രസംഗിപ്പാൻ അറിയാം. എന്നാൽ സമയപരിമിതിയിൽ 15 മിനിറ്റുകൾ കൊണ്ട് ദൈവിക സന്ദേശം നൽകുവാൻ പ്രാപ്തനാണ് ആ ദൈവദാസനെന്ന് ഞാൻ അദ്ദേഹത്തെ മുൻപ് തന്നെ പല ശുശ്രൂഷകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ ദാസൻ നമ്മോട് സംസാരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ തുറന്ന കാതുകളോടെ,
തുറന്ന ഹൃദയങ്ങളോടെ ഞാനും നിങ്ങളും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അങ്ങനെ ഒരുക്കപ്പെടുന്നുവെങ്കിൽ ഇന്ന് പകലിൽ ദൈവം നമ്മോട് സംസാരിക്കും. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോട് നമുക്ക് എല്ലാവർക്കും തുടർന്നും ആയിരിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ വടക്കേ ഇന്ത്യയിൽ വിവിധ സ്റ്റേറ്റുകളിൽ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന ദൈവഭൃത്യന്മാരുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞ ദൈവഭൃത്യന്മാർ, അതുപോലെ തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ പോകുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഇല്ലാതെ വന്നെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരില്ല. മറ്റ് 3 സുവിശേഷങ്ങൾ ആ നഷ്ടം നികത്തും. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഇല്ലാതെ ഇരുന്നു എങ്കിൽ നമുക്ക് ക്രൈസ്തവ സഭയ്ക്ക് ഒരു വലിയ നഷ്ടമാകുമായിരുന്നു. ആദിമ സഭയ്ക്ക്, അപ്പോസ്തലന്മാർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയുവാൻ കഴിയുമായിരുന്നില്ല. വളരെ സവിസ്തരമായി കർത്താവ് പറഞ്ഞ കൽപ്പന തുടങ്ങി വളരെ വിശദമായി സഭയുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രിയ ലൂക്കോസിന്റെ ദൈവം തന്നെ ഉപയോഗിച്ച താലന്തുകളെ വിശ്വസ്തത ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. 2 പുസ്തകം അദ്ദേഹം എഴുതി. ഞാൻ കരുതുന്നത് അദ്ദേഹം 1 പുസ്തകം എഴുതി, പക്ഷേ 2 വോളിയംസ്. 1-ാമത്തെ വാല്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ഈ ലോകത്തിലെ ശുശ്രൂഷയും, എന്നാൽ 2-ാമത്തെ വാല്യത്തിൽ അത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ്. അദ്ദേഹം പറയുന്നത് യേശുക്രിസ്തു എങ്ങനെയാണ് സ്വർഗാരോഹണം കഴിഞ്ഞ് ഈ ലോകത്തിൽ തൻ്റെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിലൂടെയും അപ്പോസ്തലന്മാരിലൂടെയും തുടർന്നത് എന്ന് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം. ഗോ ye into all the world. അതേസമയം യേശു പറഞ്ഞു, ബിഫോർ യു ഗോ യു tarry in Jerusalem. പോകുന്നതിന് മുൻപ് എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന് പറഞ്ഞു. അവര് 10 ദിവസം കാത്തിരുന്നു, പ്രാർത്ഥിച്ചു ഒരു മനസ്സോടെ. 10 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. അവർക്ക് ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അടുത്തതായിട്ട് പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് 30 മിനിറ്റുള്ള ഒരു പ്രസംഗം പ്രസംഗിച്ചു. 10 ദിവസത്തെ പ്രാർത്ഥനയും 30 മിനിറ്റിലെ പ്രസംഗവും കൊണ്ട് 3000 പേര് ദൈവഭാഗത്തേക്ക് വരുവാൻ ഇടയായി. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന ഇതാണ്. അതെ, 10 ദിവസം അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചുവെങ്കിൽ ഇന്ന് നാം 100 ദിവസം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. 3000 പേര് ദൈവഭാഗത്ത് വരണമെങ്കിൽ. ദൈവത്തിന് സ്തോത്രം. ഓരോ അധ്യായങ്ങളിലും
അത് ചരിത്ര സംഭവങ്ങൾ നടന്നത് വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൻ ചിതറിപ്പോയവർ അവരവിടെ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചതായി നാം വായിക്കുന്നു. എന്നാൽ അതിനു മുൻപ് മേശകളിൽ ശുശ്രൂഷിക്കുവാനായി ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പേരെ തിരഞ്ഞെടുത്തതായി നമുക്കറിയാം. അതിൽ ആദ്യമേ തിരഞ്ഞെടുക്കപ്പെട്ട സ്തേഫാനോസ് തന്റെ ജ്ഞാനത്തോട് ഒരു യഹൂദനും നിൽക്കുവാൻ കഴിയാത്ത നിലയിൽ യേശുവിന്റെ സുവിശേഷം പഴയ നിയമത്തിലെ അത് തിരുവെഴുത്തുകൾ ആധാരമാക്കി ശക്തിയോട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവൻ യേശുവിന് വേണ്ടി 1-ാമത്തെ രക്തസാക്ഷിയായി നൽകേണ്ടതായിട്ട് വന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഫിലിപ്പോസ്. ഫിലിപ്പോസ് ശമര്യയിലേക്ക് കടന്നുപോയിരിക്കുന്നു. യേശു ഈ ശമര്യയിൽ കടന്നുപോയതാണ്. ഞാൻ കരുതുന്നു യേശു കഴിഞ്ഞാൽ പിന്നെ ശമര്യയിലേക്ക് സുവിശേഷവുമായി കടന്നു പോകുവാൻ ഇടയായത് ഫിലിപ്പോസിനാണ്. ഫിലിപ്പോസിനെ കുറിച്ചും ആ 7 പേരെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ആത്മാവും ജ്ഞാനവും നിറഞ്ഞവർ. ആത്മാവ് മാത്രം പോരാ, ജ്ഞാനവും കൂടെ വേണം. ആത്മാവ് മാത്രം പോരാ, വചനത്തിന്റെ നിശ്ചയവും കൂടെ വേണം. ആത്മാവും ജ്ഞാനവും കൂടി അതോടൊപ്പം നല്ല സാക്ഷ്യവും ഉണ്ടെങ്കിൽ നീ പോകുന്ന ഇവിടെ ഏത് ഭാഗത്തും എവിടെയായാലും ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കും. ദൈവത്തിന് സ്തോത്രം. അരുണാചൽ പ്രദേശിൽ പോയാലും ആസാമിൽ പോയാലും ഹിമാചൽ പ്രദേശിൽ പോയാലും ജാർഖണ്ഡിൽ പോയാലും ദൈവത്തിന്റെ ആലോചന പ്രകാരം നീ പുറപ്പെടുന്നുവെങ്കിൽ അവിടെ നിന്നെ ദൈവം ഉപയോഗിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ദൂതൻ പറയുന്നു, നീ എഴുന്നേറ്റ് നിർജ്ജന പ്രദേശത്തേക്ക് പോകുവാൻ. പക്ഷെങ്കിൽ ഇത് പറയുന്നതിന് മുൻപ് എന്തൊക്കെ ശമര്യയിൽ നടന്നു എന്ന് നാം മനസ്സിലാക്കണം. എല്ലാം പറയാനായിട്ട് എനിക്ക് സമയമില്ല. പക്ഷെങ്കിൽ ശമര്യയിൽ ഫിലിപ്പോസ് മുഖാന്തരം അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു, ദൈവജനം യേശുവിനെ അംഗീകരിക്കുന്നു. ശമര്യ പട്ടണത്തിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ക്രൂസൈഡ് നടത്തുന്നത് അത് ശമര്യയിൽ ഫിലിപ്പോസ് ആണ്. ഒരു ക്രൂസൈഡിന്റെ ഉടമ കൂടെയാണ്. ഇനി ഞാൻ മനസ്സിലാക്കുന്നു, അവിടെ അപ്പോസ്തലന്മാര് കടന്നു വന്നു. ശമര്യയിൽ ഫിലിപ്പോസ് മുഖാന്തരം നടക്കുന്ന ശുശ്രൂഷയ്ക്ക് അപ്പോസ്തലന്മാര് വന്ന് അവിടെ ശുശ്രൂഷയെ ഉറപ്പിച്ചുകൂടെയാണ് അവര് മടങ്ങിപ്പോയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവര് പോയി കഴിയുമ്പോൾ ഇനിയും എന്നും ശമര്യയിൽ ഫിലിപ്പോസിന് അവിടുത്തെ നേതാവായി, അവിടുത്തെ സീനിയർ പാസ്റ്ററായി, ബിഷപ്പായി അവിടെ ഇരിക്കാം. എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ പറയുന്നു, നീ ഇവിടെ നിന്ന് ആരും ഇല്ലാത്ത ഒരിടത്തേക്ക് പോകാൻ. നിർജ്ജന പ്രദേശം, ഡെസർട്ട്, മരുഭൂമിയാണ്. അവിടെ ആരും താമസിക്കുന്നില്ല. അവിടെ ചില വന്യജീവികളെ മാത്രമേ കാണുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാനായി പോകുന്ന സമയത്ത് ഇസ്ഹാക്ക് ചോദിക്കുന്ന ഒരു കാര്യം, അപ്പ യാഗത്തിനുള്ള തീയും വിറകുമുണ്ട്, ഹോമയാഗത്തിനുള്ള മൃഗം എവിടെ, ആടെവിടെ? അപ്പോൾ അബ്രഹാം പറയുന്നു, ഹോമയാഗത്തിനുള്ള ആടിനെ കർത്താവ് കരുതിക്കൊള്ളും, യഹോവ കരുതിക്കൊള്ളും. അബ്രഹാം ഇത് പറയുമ്പോൾ അബ്രഹാമോ അതോ ഇസ്ഹാക്കോ യഹോവ ഒരുക്കിയിരിക്കുന്ന കരുതലിനെ കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ,
നമ്മുടെ മുൻപിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന കരുതലിനെ കാണുവാൻ നമുക്ക് കഴിയത്തില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം. ദൈവം പോകുവാൻ പറഞ്ഞാൽ നീ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വയ്ക്കുന്നുവെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കരുതലിനെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ജനം കരങ്ങളെ അടിച്ച ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പോസിനോട് പോകുവാൻ പറയുമ്പോൾ ബുദ്ധിയുടെ പ്രമാണം പറയും, പോകരുത്. മാനുഷികമായ പ്രമാണമോ ആലോചനയോ പറയും, പോകരുത്, ശമരിയിൽ നിൽക്കണം. ഇത്ര നല്ല ശുശ്രൂഷ ഇവിടെ ഉണ്ടല്ലോ, ആയിരക്കണക്കിന് പേര് നിന്റെ ചുറ്റും നിൽക്കുവാനുണ്ട്, എന്തിന് നീ ഈ മരുഭൂമിയിലേക്ക് പോകണം? മാനുഷികമായ ആലോചനകൾ അങ്ങനെയായിരിക്കാം, ബുദ്ധിയുടെ ആലോചന അങ്ങനെയായിരിക്കാം. എന്നാൽ ബുദ്ധിയുടെ പ്രമാണത്തെക്കാൾ ആത്മാവിന്റെ ആലോചനയ്ക്ക് നിന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ പോകുന്ന ശുശ്രൂഷ, ദൈവത്തിന് സ്തോത്രം, നീ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ വലുതാണ്. ഹല്ലേലൂയ. ഫിലിപ്പോസ് ദൂതൻ പറഞ്ഞത് കേട്ട് ഒരു ഭോഷനെ പോലെ പോയി. ദൈവത്തിന് സ്തോത്രം. കാരണം താന് ആത്മാവും ജ്ഞാനവും നിറഞ്ഞവനാ, നല്ല സാക്ഷ്യമുള്ളവനാ. പോയി കഴിഞ്ഞപ്പോൾ താൻ പോവുക. അപ്പോൾ അതാ വരുന്നു എത്യോപ്യയിലെ രാജ്ഞിയുടെ ഷണ്ണൻ, എത്യോപ്യയിലെ മന്ത്രി അതുവഴി വരുന്നു. തേരിലാ വരുന്നത്. അടുത്തതായി ആത്മാവ് അവനോട് പറയുന്നു, പോയപ്പോൾ ഞാൻ കരുതുന്നു നടന്നാ പോയത്. അടുത്ത് പറയുന്നു, നീ ആ തേരിനോട് ചേർന്ന് നടക്കാൻ. പക്ഷെ വായിക്കുന്നത് ഫിലിപ്പോസ് ഓടിപ്പോയി എന്നാണ്, തേരിനോട് അതേ അടുത്ത് ചെല്ലുവാൻ. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ആത്മാവിൽ നിറഞ്ഞ അപ്പോസ്തലന്മാർ അന്നത്തെ കാലത്തെ ഏറ്റവും വേഗതയുള്ള വാഹനം തേരാണെങ്കിൽ അതിനേക്കാൾ വേഗത്തിൽ ഓടുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരുടെ മേലുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അന്ന് രാജാവ് പോകുന്ന തേരിനോട് ഓടിയെടുക്കുവാൻ ദൈവത്തിന്റെ ശക്തി അവരുടെ മേലുണ്ടായിരുന്നു. നമുക്കറിയാം, ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു, നീ രഥം പൂട്ടി ഓടിക്കൊള്ളാൻ. പിന്നെ ഉടനെ ഒന്നും ഏലിയാവ് യാത്ര തിരിച്ചില്ല. മഴ തുടങ്ങുന്ന സമയത്താണ് ഏലിയാവ് തിരിക്കുന്നതെങ്കിലും ആഹാബിന്റെ രഥത്തിന്റെ മുൻപേ ഓടുവാൻ ഏലിയാവിന് എവിടെ നിന്ന് ശക്തി ലഭിച്ചു? ഇത് മാനുഷികമായ ശക്തിയല്ല, സ്വർഗത്തിലെ അത്യന്തമായ ശക്തിയുടെ വ്യാപാരമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിന് നിന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്നുവെങ്കിൽ നീ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായിട്ട് അത്ഭുതകരമായി നിന്നെ ഉപയോഗിക്കുവാൻ, നിന്നെ ഓടിക്കുവാൻ ദൈവം മതിയായവനാണ്. ദൈവത്തിന്റെ ആത്മാവിന് നിന്നെ സമർപ്പിച്ചു കൊടുക്കൂ. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി താൻ ഓടി ചെല്ലുമ്പോൾ ഷണ്ണൻ യെശയ്യാ പ്രവചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഫിലിപ്പോസിന് ദൈവം കൊടുത്ത വചനമാണ്. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ദൈവത്തിന് സ്തോത്രം. ദൈവ ആലോചന പ്രകാരം നീ ചുവടുകളെ വയ്ക്കുന്നുവെങ്കിൽ നീ പോകുന്ന ഇടത്ത് നീ സംസാരിക്കേണ്ടത് എന്തെന്ന് നിന്റെ നാവിൽ തന്ന് നിന്നെ ഉപയോഗിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നിനക്ക് ഭാഷയോ അല്ലെങ്കിൽ വ്യാകരണമോ ഇല്ല എന്ന് തോന്നിയാൽ നീ ഭാരപ്പെടേണ്ട. നിന്നെ അത്ഭുതകരമായി ഉപയോഗിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. നാം എല്ലാവരും വിശ്വസിക്കുന്നു. അപ്പോസ്തലനായ അതേ തോമസ് ഇന്ത്യയിൽ AD 52 വന്നെന്ന്. അദ്ദേഹം വന്നപ്പോൾ എന്തോ ഭാഷയാണ് അവിടെ സംസാരിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, അന്ന് ദൈവത്തിന്റെ ദാസന്മാർ
സംസാരിക്കുമ്പോൾ പെന്തിക്കോസ്ത് നാളിൽ നടന്നതുപോലെ അവർ സംസാരിക്കുന്ന ഭാഷ മറ്റുള്ളവർ അവരുടെ ഭാഷയിൽ കേൾക്ക് മനസ്സിലാകത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവജനം കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. എനിക്കറിയാം ഉച്ച സമയമാണ്, പ്രസംഗിക്കാൻ പറ്റിയ സമയമല്ല. ഇതുപോലെ ഇവിടെ ദൈവദാസന്മാർ പറഞ്ഞതുപോലെ നല്ല ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കാമെങ്കിൽ അതായിരിക്കും നല്ലത്. എല്ലാവരും വീശുന്നുമുണ്ട്. ഇത്ര ചൂടുള്ള സമയമാണല്ലോ, ഇവിടെ ഫാനുണ്ട്, അവിടെ ഫാനുമില്ല. എങ്കിലും ഞാൻ കരുതുന്നു, ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ ചൂടിനെയും നിങ്ങളുടെ വിഷമത്തെ എല്ലാം മാറ്റി നിങ്ങളുടെ ഉള്ളിൽ നല്ല ചൂട് പകരുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. നിങ്ങളുടെ സ്ഥിതിയെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ഹല്ലേലൂയ. നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വളരെ ചുരുക്കം സമയം കൊണ്ട് യേശുവിന്റെ സുവിശേഷം ലളിതമായ ഭാഷയിൽ ഷണ്ണനോട് ഫിലിപ്പോസ് പ്രസംഗിക്കുന്നു. ഫിലിപ്പോസ് പ്രസംഗിച്ചു കഴിഞ്ഞു. തീർന്ന നിമിഷം അദ്ദേഹം ചോദിക്കുന്നു, ഇതാ വെള്ളം, സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? ദൈവത്തിന് സ്തോത്രം. ആ പോകുന്ന യാത്രയിൽ തന്നെ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുവാൻ ഫിലിപ്പോസിന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഫിലിപ്പോസിനെ കണ്ടില്ല. പരിശുദ്ധാത്മാവിനെ എടുത്തുകൊണ്ടുപോയി. രാവിലെയും ഞാൻ കേട്ടതാണ്, അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം എന്ന് ഞാൻ പറയട്ടെ. ഷണ്ണൻ തന്റെ രാജ്യത്തേക്ക് പോയി, എത്യോപ്യയിലേക്ക്. എത്യോപ്യ രാജ്യത്തിലെ ആദ്യത്തെ മിഷണറിയായി മാറിയത് ഈ ഷണ്ണനാണ്. പിൽക്കാലത്ത് എത്യോപ്യ ഒരു ക്രൈസ്തവ രാജ്യമായി മാറുവാനിടയായി. ഞാൻ പ്രിൻസ്റ്റൺ തിയോളജിക്കൽ സെമിനാരിയിൽ പഠിക്കുമ്പോൾ 1987 എത്യോപ്യയിൽ നിന്നൊരു ബിഷപ്പ് എന്നോടുകൂടെ പഠിക്കുവാനുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ആ രാജ്യത്തെ കുറിച്ചൊക്കെ സംസാരിച്ചത് ഓർക്കുന്നു. ദൈവത്തിന്റെ ജനമേ, ഞാൻ പറയട്ടെ, നിന്നെ മരുഭൂമിയിലേക്കാണ് പരിശുദ്ധാത്മാവ് അയച്ചതെങ്കിലും ഒരൊറ്റ വ്യക്തിയെ നേടുവാനാണെങ്കിലും ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. ഒരു വ്യക്തിയല്ല, ഒരു രാജ്യത്തെ യേശുവിന് വേണ്ടി നേടുവാൻ ദൈവം അങ്ങനെ ചെയ്തു. ഹല്ലേലൂയ. ഒരു പക്ഷേ നാം ആദ്യമായി നോക്കുമ്പോൾ നമുക്ക് സന്തോഷകരമല്ലാത്ത നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തിയെന്ന് വരും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നത് നേർനിലത്തിലാണ്. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നത് കൊയ്ത്ത് വളരെയുള്ള ഇടങ്ങളിലേക്കാണ്. വടക്കേ ഇന്ത്യയിലേക്കോ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കോ പോകുവാൻ ദൈവം നമ്മോട് പറഞ്ഞാൽ അതിന് നാം ലജ്ജിക്കേണ്ട. കാലങ്ങൾ കഴിഞ്ഞാലും ദൈവം നമ്മെ മാനിക്കുന്ന ദൈവമാണ്. ദീർഘവർഷങ്ങൾക്ക് മുൻപ് വടക്കേ ഇന്ത്യയിലേക്ക് വിശ്വാസത്തോടു കൂടെ പോയ ദൈവത്തിന്റെ ഭൃത്യന്മാരെ ദൈവം നിങ്ങളെ മാനിക്കാൻ പോകുന്നു. ഇനിയും ധാരാളമായി മാനിക്കും. വിശ്വാസത്തോടെ യേശു പറഞ്ഞാൽ, അതേ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ പോകാൻ നമുക്ക് തയ്യാറാകാം. ഹല്ലേലൂയ. ദൈവം നമ്മെ ലജ്ജിപ്പിക്കുകയില്ല. നമ്മുടെ കരങ്ങളെ അടിച്ച് ഒരു നിമിഷം കൂടെ കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഒരു നിമിഷം കൂടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. അതേ ആ ശക്തി പോരാ എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ കരങ്ങളെ ഒന്നുകൂടെ നന്നായിട്ട് അടിച്ച് ഹല്ലേലൂയ. ക്ഷീണമുണ്ടെങ്കിലും അല്പം ശക്തിയോടെ പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനിൽ കൂടി അനുഗ്രഹീതമായ സന്ദേശം നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മ നടത്തിപ്പ് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് തുടർന്ന് 3 ദൈവദാസന്മാരിലൂടെ ദൈവത്തിന്റെ ആലോചന നമുക്ക് ശ്രദ്ധിക്കാം. അതിനു മുൻപായി കർത്താവിന് നൽകുവാൻ പ്രാർത്ഥനയോടെ നാം കരുതിക്കൊണ്ട് വന്നിരിക്കുന്ന ഭൗതിക നന്മ അർപ്പിക്കുവാനുള്ള സമയമാണ്. ഗായക സംഘം ഒരു പാട്ടിൻ്റെ ഏതാനും അടികൾ മാത്രം പാടും. സമയം നമുക്ക് ലാഭിക്കാം. ദൈവവചനം കൂടുതൽ കേൾപ്പാൻ സമയം എടുക്കണം. ആ സമയം തന്നെ നിങ്ങൾ ദൈവത്തിന് ഈ മഹായോഗ ആവശ്യത്തിന് വേണ്ടി അർപ്പിക്കുവാൻ കൊണ്ടിരിക്കുന്ന ഭൗതിക നന്മകൾ ദൈവത്തിന് വേണ്ടി അർപ്പിക്കാം. ഗായക സംഘം പ്ലീസ് പാട്ട് പാടാം. പ്രൈസ് ദി ലോർഡ്. പാഠപുസ്തകത്തിലെ 14ാമത്തെ ഗാനം വാഗ്ദത്ത നാട്ടിലേക്ക് അടുത്തിടുന്നു ഞാൻ.
പ്രൈസ് ദി ലോർഡ്. സ്തോത്ര വഴിപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം ലാഭിപ്പാൻ ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ കൂടെ ഈ സമയം ഓർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, കഴിഞ്ഞ 2 വർഷങ്ങളായി നമ്മുടെ മധ്യേ കൺവെൻഷൻ സമയത്ത് പ്രത്യേകാൽ കൗൺസിലിങ്ങിന് വേണ്ടി വളരെ അനുഗ്രഹീതമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ തോമസ് വി തോമസ് അവറുകൾ. നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേക വ്യക്തി കുടുംബ ജീവിതങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾക്ക്, വിവിധമായ പ്രയാസങ്ങളിൽ നിന്നുള്ള വിടുതലുകൾക്ക് തൻ്റെ ശുശ്രൂഷ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രയോജനമായിട്ടുണ്ട്. ചില വർഷങ്ങളായി അമേരിക്കയിൽ ഒരു മനഃശാസ്ത്രജ്ഞനായി അനുഗ്രഹീതമായ ശുശ്രൂഷ ഡോക്ടർ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ പരിചയമുള്ളവർക്ക്, വിവിധ പ്രശ്നങ്ങളാൽ വിഷമിക്കുന്നവർക്ക്, ലോകത്തിൻ്റെ മരുന്നുകൾ കൊണ്ട് പ്രയോജനമില്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബജീവിതങ്ങൾ, വ്യക്തിജീവിതങ്ങൾ എന്നിവരുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് അവരെ സ്നേഹത്തോടെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ 12 വരെയുള്ള സമയത്തും 4 മണി മുതൽ 5:30 വരെയുള്ള സമയത്തും നമ്മുടെ കൗൺസിൽ ഓഫീസിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഡോക്ടർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് വളരെ വിലപ്പെട്ട സേവനം ലഭ്യമാകും. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന ഒരു ദേഹമാണ് അദ്ദേഹം. നിങ്ങൾക്ക് ഈ സമയം അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തുകയും കൗൺസിലിങ്ങിന് വേണ്ടിയുള്ള അവസരം ചുമതലപ്പെട്ടവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിച്ച് ഒരു മാതാവിൻ്റെ കത്തുണ്ട്. 77 വയസ്സുള്ള സാറാമ്മ എന്ന വിധവയായ അമ്മച്ചി ദീർഘവർഷങ്ങളായി കർത്താവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവദാസിയാണ്. ചില പ്രത്യേക വിഷയങ്ങളാൽ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ മാതാവിന് വേണ്ടി പ്രാർത്ഥിപ്പാനും ഈ സമയം ഞാൻ നിങ്ങളെ പ്രത്യേകാൽ ആഹ്വാനം ചെയ്യുന്നു. ഈ സ്തോത്ര വഴിപാടിന് വേണ്ടി ഒടുവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സമയം ലഭിപ്പാൻ വേണ്ടി കർത്താവിൻ്റെ ദാസന്മാർ തുടർന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുകയാണ്. അവരുടെ സമയം പാലിപ്പാൻ അവർ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചന ശുശ്രൂഷയെങ്കിൽ ദൈവഭൃത്യന്മാർ നിൽക്കുമ്പോൾ അവരെ പ്രാർത്ഥനയിൽ വഹിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവരാണ് നാം. അങ്ങനെ നാം അനുഗ്രഹം പ്രാപിപ്പാനിടയായി തീരും. പാസ്റ്റർ സ്റ്റാൻലി ദാനിയേൽ തുടർന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കും. അമേരിക്കയിൽ ആയിരിക്കുന്നെങ്കിലും ബീഹാറിൻ്റെ പ്രദേശത്ത് കർത്താവിന് വേണ്ടി വളരെ ശക്തിയോടെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവഭൃത്യനാണ് അദ്ദേഹം. ഒരു വാക്കിൽ അദ്ദേഹത്തെ ഈ സ്റ്റേജിൽ എടുത്ത് പരിചയപ്പെടുത്തുവാൻ വ്യക്തിപരമായി എനിക്ക് കടപ്പാടുണ്ട്. നിങ്ങൾ കർത്താവിൽ പ്രസിദ്ധനായി അറിയപ്പെടുന്ന പാസ്റ്റർ ജോൺ ഡാനിയൽ അവരുടെ മകനാണ് പ്രിയ സ്റ്റാൻലി. ഞാൻ സ്റ്റാൻലി മോൻ എന്ന് വിളിപ്പാൻ തക്കവണ്ണം എനിക്ക് വ്യക്തിപരമായി ബന്ധമുണ്ട്. എൻ്റെ ഇളയ സഹോദരൻ ബൈബിൾ കോളേജ് പഠനത്തിന് വേണ്ടി ബാംഗ്ലൂരിലായിരിക്കുമ്പോൾ ആ പഠനം കഴിഞ്ഞ ശേഷം കർത്താവിൻ്റെ ദാസനോടുകൂടെ 1 വർഷം അവിടെ ബാംഗ്ലൂരിൽ കർത്തൃ ശുശ്രൂഷയിൽ പരിചയപ്പെട്ടിട്ടാണ് ദീർഘവർഷങ്ങളായി അമേരിക്കയിൽ നിന്ന് കർത്തൃ ശുശ്രൂഷ ചെയ്യുന്നത്. മാത്രമല്ല ഒരുമിച്ച് ഇവിടെ പ്രവർത്തിപ്പാൻ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. ദൈവസന്നിധിയിൽ വളരെ വ്യക്തമായി പറയുവാൻ കഴിയും, തൻ്റെ മരണം വരെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഹൃദയം തുറന്ന് സ്നേഹിപ്പാനും ബഹുമാനിപ്പാനും എനിക്ക് കഴിഞ്ഞിട്ടുള്ള കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് ശക്തിയോടെ കർത്താവ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യക്ക് വെളിയിലും ഉപയോഗിച്ചിട്ടുള്ള ദൈവഭൃത്യൻ്റെ മകൻ തുടർന്ന് ദൈവവചനം ഇവിടെ ശുശ്രൂഷിക്കുന്നു. ദൈവ മക്കൾ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രിയ സ്റ്റാൻലിയെ, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സ്റ്റാൻലിയെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ഞാൻ ക്ഷണിക്കും. Greetings to you all in the matchless name of Lord and Savior Jesus Christ. It's indeed a privilege for me to be in this afternoon session, especially with Monchan Uncle being the chairman, and with all the servants of God from different parts of the northern part of India and different parts of the world. And it's a real joy, means especially to hear from Arunachal Pradesh and Assam, the place where I was born in my very beginning was in Assam, but I have never been back in Assam after 72. So
to hear reports from those places was a great thing. God had I had never thought I would be standing like this. My plan was to be in the business world. I was in the banking sector, but God called me out to serve Him, and I'm focusing in the states of Bihar and UP. Please pray that in the years forward that I'll be faithful in what God has called me. At this point, we have nearly 140 plus workers who work with me in those states. And my time, and going straight to the word, John chapter 21, verse 9. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം അതിന്റെ 9 വാക്യം. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തേക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. Here we see in this passage Jesus preparing stuff, food for his disciples. ഈ വ്യക്തികൾ ആര്? നമ്മൾ മുമ്പത്തെ ഭാഗത്ത് നോക്കിയാൽ ഇതിൽ പറയുന്നു, so Jesus said to them, children, you do not have any fish, do you? ആരോട് ഇത് പറയുന്നേ? പത്രോസ് കുറച്ച് ദിവസങ്ങൾ മുമ്പേ തള്ളി പറഞ്ഞ പത്രോസിനെ നീ പോടാന്നൊന്നും പറഞ്ഞില്ല, നിന്നെ ആവശ്യമില്ലെന്ന് പറഞ്ഞില്ല, നിന്നെ എന്താ പറഞ്ഞ മകനെ മക്കളെ. ഞാൻ നേരത്തെ എന്തോ പറഞ്ഞേ, എന്നെ തള്ളി നിന്നെ ഇവിടെ വേണോ? നമ്മുടെ ചിന്താഗതി അതേ ഉള്ളൂ. Our thinking is what? If somebody is, let's reject him, let's throw him out. But here we see Jesus. He has a different thinking. What does he have a thought in his mind? I need these people who the world says we don't need. ഇവർ പത്രോസ് തള്ളി പറഞ്ഞെങ്കിലും കർത്താവ് ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കുക. കർത്താവ് ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആർക്കാ? പിന്മാറിപ്പോയ കുറച്ച് പേർക്ക്. ഓ ഇനി ഇതൊന്നും വയ്യ, ഞാൻ കുറച്ച് മീൻ പിടിക്കാൻ പോകാം. മീൻ പിടിക്കാൻ പോയിട്ട് അവരെ മറക്കാൻ കർത്താവ് വന്ന് ചെന്ന് എന്തോ ആഹാരം വെച്ചിട്ട്, ആഹാരം വെച്ചിട്ട് ആർക്ക് വേണ്ടിയാ? പിന്മാറിപ്പോയവർക്ക്. പിന്മാറിപ്പോയവരെ തള്ളി പോവാൻ കർത്താവിന് ആഗ്രഹമില്ല. കർത്താവ് അവരെ കാണുന്നു. അവരെ കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട്, അവരെ കൊണ്ട് എനിക്ക് പർപ്പസ് ഉണ്ട്, അവരെ എനിക്ക് വേണം, അവർക്ക് വേണ്ടി ഞാൻ വില കൊടുത്തതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. For whom somebody the world says reject him, Jesus says I care for them. Jesus says I care for these people who you say are not worthy. എന്തുകൊണ്ടാ? ഫുഡ് ഉണ്ടാക്കി വെച്ചിരുന്നു കഷ്ടപ്പെട്ട ഒരു മീനും കിട്ടാത്തവരെ കൊണ്ട് കർത്താവ് പറഞ്ഞ അപ്പുറത്തിടെ 153 മീന്. ഇവർക്ക് മനസ്സിലായി ഇവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. കർത്താവിന് നമ്മളെ കൊണ്ട് പ്രയോജനമുണ്ട്. ഏലിയ ഒരു ദിവസം പറഞ്ഞു ഇത് മതി. ആ സമയത്ത് ദൂതൻ അവന് വേണ്ടി ആഹാരം കൊടുത്തു. അവന് നമ്മളെല്ലാം ഓർക്കും അത് മതിയല്ലോ, നമുക്ക് എവിടെ ഇരിക്കാം. അവന് ഇരിക്കാൻ വേണ്ടിയല്ല ആഹാരം തരുന്നേ, നമ്മളെ ഓടിക്കാൻ ആഹാരം തരുന്നേ. നമുക്ക് വേറെ പരിപാടി ദൈവം ഉദ്ദേശിക്കുന്നുണ്ടാ നമുക്ക് ഒരുക്കുന്നേ. ഒരുക്കത്തിന് നമ്മൾ മനസ്സുണ്ടോ? നമുക്ക് അതിനൊരു പ്ലാൻ ഉണ്ടോ? ദൈവത്തിന് ഈ വ്യക്തിയെ യൂസ് ഉണ്ട്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? ഏലിയാവിനെ കൊണ്ട് ഓടിപ്പിച്ചു. 40 ദിവസം ഓടിപ്പിച്ചു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവരെ കൊണ്ട് പറഞ്ഞു നീ എന്തോ
അപ്പർ റൂമിലോട്ട് പോകാൻ പറഞ്ഞു. അപ്പർ റൂമിൽ പോകുന്നത് നിന്റെ ചേഞ്ച് ഓഫ് സ്റ്റൈൽ മാറ്റാൻ വേണ്ടി. സ്റ്റൈൽ മാറ്റാൻ അവിടെ എന്തുവാ, ഇത്രയും നാൾ ചിന്തിച്ച ചിന്താഗതിയല്ല. ദൈവത്തിന് നിന്നെ കൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷന്റെ പർപ്പസ് ഉണ്ട്. ഒരു ട്രാൻസ്ഫോർമേഷൻ ഇസ് നീഡഡ്. ഫോർ whom? Someone who has to be used by God. കഴിഞ്ഞ 3.5 വർഷം കർത്താവിന്റെ കൂടെ നടന്ന വ്യക്തികൾക്ക് ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ ഇന്ത്യൻ പെന്റിക്കോസ്റ്റൽ ചർച്ച് workers, we have a responsibility for a transformation. The coming of the Holy Spirit on us. എന്തുകൊണ്ടാ ഈ ട്രാൻസ്ഫോർമേഷൻ? ഏലിയാവ് ഒന്നും വേണ്ട കർത്താവ് എന്ന് പറഞ്ഞത്, കർത്താവ് പറഞ്ഞു ഹോരേബിലോട്ട് പോവാൻ. ഹോരേബ് മലയില് ദൈവവുമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ അവന്റെ രീതി മാറി, അവന്റെ ചിന്താഗതി മാറി. എപ്പോഴാ കർത്താവുമായിട്ടൊരു ബന്ധം വരുമ്പോ നമ്മുടെ ചിന്താഗതി മാറും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും, നമ്മുടെ വിഷൻ മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുവാ ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്തോ കാര്യം? What does God expect in my life? അവിടെ ഇരുന്ന് സന്തോഷിച്ചിരുന്നാ മതി. നമുക്ക് നമ്മുടെ 4 വിൽത്തിയില് അകത്ത് ഇരുന്നാൽ സന്തോഷമല്ലയോ? ദൈവം നമുക്ക് ഈ പരിശുദ്ധാത്മാവ് തരുന്നത് നമുക്ക് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. Go into the nations. Go into the nations. Go into the nations. എന്നാ പലപ്പോഴും എന്തോ പറ്റൂറിയപ്പോ നമുക്ക് പറയാൻ ഇഷ്ടമാ, എന്നാ പോകാൻ അത്ര ഇഷ്ടമൊന്നുമല്ല. ഞാൻ JP മോർഗൻ ബാങ്കിൽ ജോലി ചെയ്ത കാലത്ത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ലായിരുന്നു ഹ്യൂസ്റ്റൺ വിട്ട് വടക്കേ ഇന്ത്യയിലെ പോയി ബക്സറിലെ കാട്ടി പോയി ജീവിക്കാൻ. But if God has called you for a certain purpose, if God has given you a call, are you willing to stand for God? Hallelujah, hallelujah. നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് നിൽക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? നമുക്ക് മനസ്സുണ്ടോ? യെസ്, കംഫർട്ട് സോൺ ഇരിക്കാൻ വെരി ഈസിയാ. ഈ കുമ്പനാട് കൺവെൻഷനിലേക്ക് പ്രസംഗിക്കാൻ ഈസിയാ. എന്നാൽ ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകാൻ മനസ്സുണ്ടോ? നമ്മള് 8 പോയാല് അതിൽ പറയുന്നു, 8-ന്റെ 1-ാം വാക്യം പറയുന്നു, ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. അവനെ കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. 1-ാം വാക്യം. അവനെ കുല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. മതി, ആരോടാ പറഞ്ഞ ലോകം മൊത്തം പോകാൻ? ഈ 12 ജനങ്ങളോടാ. അവര് പറയാ അവര് പോകുന്നില്ലെന്ന്. അവരെ ഇവിടെ നിന്നാ മതി, ഞാൻ ചെയ്തില്ലെങ്കിൽ ദൈവം വേറെ വല്ലവരെ യൂസ് ചെയ്യുന്നു. ഞാൻ എന്റെ ഒരു കാര്യം, എന്നെ ഏൽപ്പിച്ച കാര്യം ചെയ്തില്ലെങ്കിൽ ദൈവത്തെ വേല കഴിയത്തില്ല. ദൈവം വേറൊരു കൂട്ടരെ തെരഞ്ഞെടുക്കും. എന്തുകൊണ്ട്? ദൈവം പറഞ്ഞാൽ അത് നടത്താൻ ദൈവശക്തൻ. ഈ വടക്കേ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് എനിക്കിപ്പോ ഭയങ്കര ബഹുമാനമുണ്ട്. കാരണം എനിക്ക് ചൂടാകുമ്പോൾ വേണമെങ്കിൽ അമേരിക്കയിൽ പോകാം, എനിക്ക് തണുപ്പാകുമ്പോൾ വേണമെങ്കിൽ അമേരിക്കയിൽ പോകാം. ഈ ഇവിടുത്തെ ജനങ്ങൾ ആ കഷ്ടത്തിൽ, തണുപ്പിന്റെ തണുപ്പിലും ചൂടിന്റെ ചൂടിലും അത് സഹിച്ച് നിൽക്കുന്ന വ്യക്തികളെ നമ്മൾ എല്ലാം ബഹുമാനിക്കണം. They pay a price to serve God in those tough places. Why God has called us. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തെന്നാ? ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നാ? നമ്മുടെ ജീവിതം മാറ്റാനാ. നമുക്ക് എന്തോ ഒരുക്കത്തിൽ നമ്മൾ നിൽക്കുന്നേ. ഇവിടെ വന്ന്
ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മളെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഈ ഉണർവെന്ന പർപ്പസ് നമുക്കിവിടെ ഒന്ന് പാട്ട് പാടി ഒന്ന് അന്യഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമില്ല. ജീവിതത്തിൽ ചെലവഴിക്കാൻ മനസ്സില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു വിലയില്ല. ദൈവം വിളിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടോ, അതോ നമ്മളത് വിട്ടിട്ടിരിക്കുവാന്നോ? നമ്മൾ ഒന്നുമില്ലാതെ വഴി കിടന്ന കാലത്ത് നമ്മളെ വിളിച്ച ദൈവം നമ്മളോട് ചോദിക്കുന്നു, ഈ ഉച്ച സമയത്ത് നീ എന്റെ പർപ്പസ് ചെയ്തിട്ടുണ്ടോ? Have you done what God expects of you? Have you done what God expects of you? Are you willing to do what God expects of you? May God bless you with these words. Praise the Lord. വളരെ കൃത്യമായി സമയം പാലിച്ചുകൊണ്ട് ചുരുക്ക സമയത്തിനുള്ളിൽ അനുഗ്രഹീതമായ ഒരു സന്ദേശം കർത്താവിൻ്റെ ദാസൻ നമുക്ക് നൽകി കഴിഞ്ഞു. പാസ്റ്റർ സ്റ്റാൻലിയോട് കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. തുടർന്ന് 2 ദൈവദാസന്മാരുടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മുടെ മധ്യേ ശുശ്രൂഷിക്കും. ഉച്ച കഴിഞ്ഞ സമയമാണ്. ഇവിടെ എനിക്ക് മുൻപ് പ്രസംഗൻ ഓർപ്പിച്ചതുപോലെ നാം കൂടി വന്നിട്ട് ഏതാണ്ട് 2 മണിക്കൂറാകുവാൻ പോകുന്നു. പക്ഷേ ദൈവമക്കൾ വളരെ ഉത്സാഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഒരുക്കമുള്ളവരായിരിക്കുന്ന കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ KM ജോർജ് ബെഹ്റിൽ തുടർന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മുടെ മധ്യേ ശുശ്രൂഷിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ് അവറുകൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ മുൻപോട്ട് വരും. പ്രിയ ബെഞ്ചമിൻ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ KM ജോർജ് വന്നെത്തിയാൽ അവസാനം അല്പസമയം ശുശ്രൂഷിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഉച്ച കഴിഞ്ഞ ഈ സമയത്ത് നമുക്കൊരുമിച്ചൊരല്പസമയം ഇവിടെ ചെലവഴിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം സഹായിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. അതുപോലെ ഇതിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്തും പുറകിലിരിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സവിസ്തരമായിട്ട് കേട്ടുകൊണ്ടിരുന്നു, ആവർത്തിക്കപ്പെട്ടും കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാനും പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പലത് പറയുന്നതെങ്കിലും ഒരല്പ വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നുകൂടെ പറയാൻ ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഇന്ന് പകൽക്കാലം പറയുവാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഇവിടെ ഒരു ബാലകനായിരിക്കുന്ന കാലത്ത് ഇവിടെ വന്ന് കൺവെൻഷനുകൾ സംബന്ധിക്കുന്ന ആളാണ്. അന്ന് ഇതുപോലെയുള്ള വലിയ മനോഹരമായ പന്തലോ കാര്യങ്ങളില്ല. ഇതിൻ്റെ സെൻട്രൽ കാണുന്ന ഒരു ചെറിയ പന്തൽ മാത്രം കാണും. ബാക്കിയുള്ളിടത്തെല്ലാം എന്നെ കേൾക്കുന്ന പ്രായമുള്ളവർക്കറിയാം, നല്ല പുല്ലാണ്. ആ പുല്ലിലിരിക്കാൻ വളരെ സൗകര്യമാണ്. എത്രയോ ആളുകൾ ആ പുല്ലുകളിൽ വന്നിരുന്ന ദൈവവചനം കേട്ട് രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായും ഇവിടെ തന്നെയും കേരളത്തിന് വെളിയിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു പ്രധാന വാക്യം 12-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമാണ്. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഇവിടെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ ദാസന്മാർ പ്രസ്താവിച്ചതുപോലെ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും
പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടായിരുന്നു എന്ന് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനായിരുന്ന ദാവീദ് പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ ഒരു രാജാവ് പറയുകയാണ്, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. വന്നുകൂടിയിരിക്കുന്ന ഒരു ചെറിയ കുടിവരവാണെങ്കിലും ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് അനേകരെ പ്രായമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ക്ഷീണവും പ്രയാസവും ഉറക്കവും ഒക്കെ ഉള്ളായിരുന്ന സന്ദർഭമാണെങ്കിലും അല്ലാതുള്ള പ്രിയപ്പെട്ടവർ ക്ഷീണിതരായിട്ടാണെങ്കിലും ഈ ദൈവവചനം കേൾക്കുവാൻ കടന്നു വന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ നാം വന്നെത്തിയിരിക്കുന്ന ഈ കാലം വളരെ വിഷമകരമായ, എങ്ങനെ നാം ജീവിച്ചു പോകും എന്ന ചിന്തയിൽ എന്ന വിധത്തിലാണ് കാലം വന്നെത്തിയിരിക്കുന്നത്. നാം മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളും അവരെ എങ്ങനെ വളർത്തിയാൽ നേരെ വരും, അവർ പറയുന്നതിന് ഉത്തരം പറയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് മാതാപിതാക്കൾ. നമ്മൾ പ്രായമുള്ളവർ വളരെ പിറകിലായിരിക്കുമ്പോൾ അവർ വളരെ അഡ്വാൻസാണ്, വളരെ മുൻപിലാണ്. ഓരോ കാര്യങ്ങൾക്കും അവർക്ക് അതിൻ്റേതായ ഉത്തരങ്ങളുണ്ട്. ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അവർ പറയുന്നതായിരിക്കും ശരിയെന്ന ചിന്തയുള്ള അനേക കുഞ്ഞുങ്ങളും നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ട്. അങ്ങനെ വല്ലാത്ത ഒരു കാലത്താണ് നാം വന്നെത്തിയിരിക്കുന്നതെന്ന കാര്യം നമ്മൾ മറക്കരുത്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കൾ പോലും പല വിധത്തിലുള്ളതായ കെട്ടുപാടുകളിൽപ്പെട്ട് ദൈവസഭയ്ക്കും ദൈവകാര്യങ്ങൾക്കും എതിരായ വിധത്തിൽ ജീവിച്ചു വരുന്നവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. 12-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം വായിച്ചാൽ, വഷളത്വം നിറഞ്ഞ ലോകം എന്ന് വായിച്ചാട്ട്, യഹോവേ നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ, വളരെ ചിന്തിക്കുവാൻ കഴിയുന്നവർക്ക് ഇന്ന് പകൽക്കാലം ഓർക്കുവാൻ കഴിയും, നാം അങ്ങനെയുള്ള ഒരു ജനത്തിൻ്റെ മധ്യത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. ദൈവത്തെ അറിയുന്നു എന്ന് പറയുകയും ദൈവകാര്യങ്ങളിൽ വേണ്ടവണ്ണമുള്ള ആരോഗ്യമില്ലാതെ അറിവില്ലാതെ ഒക്കെ മുൻപോട്ട് പോകുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങ് വളരെ വേഗം മുൻപോട്ട് പോകുകയാണ്. ലോകത്തിൽ മനുഷ്യ ചിന്ത എന്തും ചെയ്യാമെന്നാണ് ഇന്ന്. എങ്ങനെയും ജീവിച്ചാലും ആരും ഒന്നും പറയാനില്ലെന്നുള്ളതാണ്. കുടുംബജീവിതം വേണേയാകാം, ഇല്ലാതാകാം, ഒറ്റയ്ക്കാകാം, രണ്ടുപേരും കൂടി വിവാഹം കഴിച്ചില്ലെങ്കിലുമാകാം എന്ന അനേക ചിന്തകളിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഗവൺമെൻറ്റിന് പോലും നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള അനേക ബുദ്ധിമുട്ടുകൾ ഗവൺമെൻറ്റിനെയും ലോകത്തിലുള്ള ജനങ്ങളെയും വിഷമിപ്പിക്കുന്നു എന്നുള്ള കാര്യവും ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ടവരുടെ ചിന്ത, പലരുടെയും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറയുമ്പോഴും പലരുടെയും ചിന്ത ഇന്നത്തെ കാലത്ത് വളരെ ദയനീയമായ അവസ്ഥയിൽ എത്തുന്നുണ്ടോ എന്ന് സ്വയപരിശോധന ചെയ്യേണ്ട കാലത്താണ് നാം വന്നെത്തിയിരിക്കുന്നതെന്ന കാര്യവും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം ഇതൊന്നും കാണുന്നില്ലെന്ന് വിചാരിക്കുന്നവരുണ്ട്. സങ്കീർത്തനം 94-ന്റെ 7, 8, 9 ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. യഹോവ കാണുകയില്ല, യഹോവ കാണുകയില്ല, യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുകയില്ല എന്നും അവർ പറയുന്നു. യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുകയുമില്ല എന്ന് പറയുന്നു. അറിവുള്ളവർ കൂടെ ചിന്തിക്കുന്ന കാര്യങ്ങളാണിത്. എല്ലാം ഗ്രഹിച്ചു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നു എന്ന് ചിന്തിക്കുന്നവർ കൂടെ ഇതൊന്നും ദൈവം കാണുന്നില്ല, അറിയുന്നില്ല, സാരമില്ല, നിസാരമാണെന്ന് കരുതി പ്രവർത്തിക്കുന്നവരെ നമുക്ക് ഇക്കാലത്ത് കാണുവാൻ കഴിയും. അതെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ അവരെ അതിനെ ദുഃഖിപ്പിക്കുകയാണ്. അല്ലാത്തവരെ കുറിച്ച് നമുക്ക് അത്രയും പറയാനായിട്ട് കഴിയുന്നില്ല. യഹോവ കാണുകയില്ലെന്ന് മറ്റൊരു കൂട്ടർ. അതുപോലെ തന്നെ കാണുകയില്ലെന്ന് പറയുമ്പോൾ നാം വഞ്ചിക്കപ്പെട്ടു പോകരുത്. ദൈവം എല്ലാം കാണുന്നവനാണ്.
വിധവയുടെ കാശിനെക്കുറിച്ച് ഇന്ന് കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടതാണ്, ഞാനൊന്ന് ആവർത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. തമ്പുരാൻ നല്ലവണ്ണം നോക്കിക്കണ്ടതാണ്, കാണത്തില്ലെന്ന് ആരും പറയരുത്. അടുത്ത വാചകം പറയാൻ എനിക്ക് ആ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നില്ല. മീനിൻ്റെ വയറ്റിലെ കാശിനെക്കുറിച്ച്, വായിലുള്ള കാശിനെക്കുറിച്ച് അറിയാവുന്ന ദൈവത്തിന് ഒന്നും അറിയത്തില്ലെന്ന് ചിന്തിച്ച് കളയരുത്. പരിശുദ്ധാത്മാവിനെ അറിയാം. ദൈവം ഞാൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ കൂട്ടിക്കോളൂ. പരിശുദ്ധാത്മാവിനെ അറിയാം, മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അനന്യാസിൻ്റെയും സഫീറയുടെയും കാര്യം, ഔന്നത്യത്തിനു വേണ്ടി ചെയ്ത കാര്യം അവർക്ക് ദോഷമായി ഭവിച്ചു എന്ന കാര്യം നാം മറന്നു പോകരുത്. പേരിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം. പേരിന് വേണ്ടി ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞൊഴിയാനല്ല, ചെയ്യണം. എന്നാൽ പേരിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമാകരുത് എന്ന് നാം മനസ്സിലാക്കണം. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവെന്ന് നാം അറിയണം. നമ്മുടെ നിരൂപണം ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് എപ്പോഴും അത് നമ്മെ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്നവനായ ഒരു ദൈവം. ഭൂമിയുടെ അറ്റത്ത് എന്ന് പാർത്താലും അവിടെയും അവൻ്റെ കൈ നമ്മെ, അല്ലെങ്കിൽ അവൻ്റെ കണ്ണ് നമ്മെ കാണുന്നു. അവൻ്റെ കണ്ണ് ഭൂമിയിലെല്ലായിടവും ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന നാം വളരെ കരുതലോടെ ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാമും പിറകോട്ട് പോകുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെതിരായ അല്ലെങ്കിൽ ദുഃഖമുണ്ടാകുന്ന വിധത്തിൽ ജീവിതം നയിക്കുന്നുണ്ടോ എന്ന് ഈ സന്ദർഭത്തിൽ നാം ചിന്തിക്കുന്നത് നന്നായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വിശ്വസ്തന്മാർ, നമ്മൾ 94-ാം സങ്കീർത്തനത്തിൻ്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, വിശ്വസ്തന്മാർ കുറയുന്ന കാലം, മിടുക്കന്മാർ കൂടുന്ന കാലവും. നാം സാധാരണ കേൾക്കുന്നതാണെങ്കിലും ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് ഞാൻ പറയുന്നതേ ഉള്ളൂ. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. വിശ്വസ്തന്മാർ കുറയുന്ന കാലം. പല കാര്യങ്ങളിലും പലരും നാം എല്ലാം വളരെ മിടുക്കന്മാരായ ആളുകളാണ്. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു ദൈവദാസൻ പ്രസംഗിച്ച കാര്യം ഞാൻ ഇന്ന് ഓർക്കുന്നു. ചില നാളുകൾക്ക് മുൻപ് അദ്ദേഹം സഭയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ ഇങ്ങനെയാണ്: സഭയിൽ മണി പവർ ഉള്ളവരുണ്ട്, പണക്കാരുണ്ട്. രണ്ടാമതായ അദ്ദേഹം പറഞ്ഞത് മസിൽ പവറുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോൾ ആരും വിമർശിക്കേണ്ട, സ്വയമായി ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് ചിന്തിച്ചാൽ മതി. മൂന്നാമത്തെ കൂട്ടരെക്കുറിച്ച് പറയുന്നത് അവരെ ഭാഷാശക്തിയുള്ളവരാണ്. ഏത് കാര്യവും പറഞ്ഞ് തെറ്റാണെങ്കിലും ശരിയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വിധം. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ഒരു കാലത്തൂടെയാണ് നാം ജീവിക്കുന്നത്. ഭാഷാശക്തിയുണ്ട്, എനിക്ക് കാശുണ്ട്, എനിക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യമുണ്ട് എന്ന ചിന്തകളൊക്കെ വെടിയേണ്ട കാലം എന്നേ കഴിഞ്ഞു. പക്ഷേ നമ്മുടെ സഭയിലേക്ക് അതെല്ലാം നുഴഞ്ഞു കയറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ അത് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് നമുക്കുള്ള ശാപം. അപ്പോഴാണ് പറയേണ്ടത്, ദൈവമേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ദാവീദ് ദുഃഖത്തോടെ ആണ് ആ കാര്യം പറയുന്നത്. അവൻ്റെ ഹൃദയത്തിലുള്ള വേദന, അല്ലെങ്കിൽ ദൈവത്തോട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് മനുഷ്യർ ഇടപെടുന്ന രീതി, അതാണ് അവിടെ എടുത്തു പറയുന്നത്. നമ്മുടെ കൂട്ടുകാരോട് നാം വ്യാജം പറയുന്നതിന് ഒരു വിഷമവുമില്ല. കഴിഞ്ഞൊരു ദിവസം ഒരാൾ പ്രസംഗിച്ചതുപോലെ നാം നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലെന്തുമാത്രം സത്യസന്ധതയുണ്ട് എന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി മാത്രമേ ആ കാര്യം പരസ്യമായി പ്രസ്താവിക്കാവൂ എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നു, പ്രവാചകനോട് കള്ളം പറയുന്ന, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള 2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. പിന്നെ അവൻ അകത്ത് കടന്ന് യജമാനന്റെ മുൻപിൽ നിന്നു. എന്നാറെ ഏലിശ അവനോട്, ഗേഹസിയെ,
നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അടിയൻ എങ്ങും പോയില്ല എന്ന് അവൻ പറഞ്ഞു. അതിന് അവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നീ വക മേടിപ്പാനും ഇതാകുന്നുവോ സമയം? ഇപ്പോൾ ഇവിടെ പ്രവാചകൻ ഗേഹസിയോട് പറയുകയാണ്, അവൻ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എങ്ങും പോയില്ല. നമ്മളോടും ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കും, എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് നിശ്ചയമായിട്ടും അറിയാം ഇന്നത് ചെയ്യാനാണ് പോകുന്നതെങ്കിലും പറയും അങ്ങോട്ടൊന്ന് ഇറങ്ങുന്നു അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യവും പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അത് ദൈവഹിതത്തിന് വിരുദ്ധമാണെങ്കിൽ പോകാതിരിക്കാൻ നാം ശ്രമിക്കണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രവാചകനോട് കള്ളം പറയുന്ന ഗേഹസി അപ്പോസ്തലന്മാരോട് കള്ളം പറയുന്ന കാലം. അപ്പോസ്തല പ്രവൃത്തികളിൽ 5-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ നമുക്കറിയാൻ വായിക്കണ്ട. അവിടെ എഴുതിയിരിക്കുന്നു, അപ്പോസ്തലന്മാരോടും ദൈവദാസന്മാരോടും കള്ളം പറയുന്നു. ഇത്രയൊക്കെ ഉള്ളോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ ചിന്തിക്കാൻ കഴിയുകൊണ്ട് ഞാൻ വാക്കുകൾ പെട്ടെന്ന് പറയുകയാണ്. ഇത്രയൊക്കെ ഉള്ളോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന്. അവിടെയാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന ഒരു പ്രധാനമായ കാര്യം എന്നും നമ്മൾ ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് അനന്യാസും സഫീറയും കുറിച്ച് നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ ആരാധനാനന്തരം കുലപാതകം ചെയ്യുന്ന അത് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ആരാധനയ്ക്ക് ശേഷമാണ് ഹാബേൽ കയീനാൽ കൊല്ലപ്പെടേണ്ടി വന്നത്. നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുമ്പോഴും ഞാൻ അവൻ്റെ കാവൽക്കാരനോ എന്ന് ചോദിക്കുന്ന മറുപടിയാണ് ആരാധനയ്ക്ക് ശേഷം. ദൈവമക്കളെ, വളരെ നന്നായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. ആരാധനയ്ക്ക് നാം വരുമ്പോൾ നാം ആരാധനയിൽ സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പോകേണ്ടവർ അതിനനുസരിച്ചുള്ള പ്രവർത്തനവും നമ്മിലുണ്ടായിരിക്കണം. 4 ഭിത്തിക്കുള്ളിൽ പറയുന്ന കാര്യം മാത്രമായിട്ട് ധരിച്ചു കളയരുത്. നമ്മെ പുറത്തുള്ളവർ ശ്രദ്ധിക്കുമ്പോൾ ഒരു സഹോദരനോ ദൈവ പൈതലാണോ എന്ന് തിരിച്ചറിയുവാനുള്ള മാർഗം വേറൊന്നുമില്ലെങ്കിൽ ആ ഭാഗത്തേക്ക് അവർ തിരിഞ്ഞു നോക്കുകയില്ല. പക്ഷേ കഷ്ടതയാണെങ്കിലും പ്രയാസമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും പട്ടിണിയാണെങ്കിലും അവനൊരു ദൈവ പൈതലാണെന്ന് പറയുവാൻ ഇടവരുന്നെങ്കിൽ അനുകരിക്കാനും ആളുകൾ കാണും. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്ന്, നമ്മോടും ചോദിക്കും നിൻ്റെ സഹോദരൻ എവിടെയെന്ന്. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, ഞാൻ സഭയിൽ പോകുന്നു. എന്നാൽ നിൻ്റെ അടുത്ത സഹോദരനോട് കർത്താവിനെക്കുറിച്ച് പറയാൻ ഒക്കുന്നില്ലെങ്കിൽ നിൻ്റെ സഹോദരൻ എവിടെന്ന് അവസാന നാളുകളിൽ ഒരു ചോദ്യം ചോദിച്ചെന്ന് വരാം. അതുകൊണ്ട് കരുതലോടെ ജീവിക്കുവാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിൻ്റെ ദാസൻ യെരൂശലേമിൻ്റെ വീഥികളിൽ കൂടി നടന്നു നോക്കി എന്നാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ആ വാക്യം നമുക്ക് വായിക്കാമെങ്കിൽ അവിടെ ചുറ്റി നടന്നിട്ടും ആരെയും കണ്ടില്ലെന്നാണ് പറയുന്നത്. യിരെമ്യാ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്ത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരുത്തനെ കാണുമോ എന്ന് യെരൂശലേമിന്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിന്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞ് അറിയുകയും ചെയ്യുവീൻ. കണ്ടുവെങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. ഇതിവിടെ യെരൂശലേമിനെ കുറിച്ചാണ് പറയുന്നത്. ചുറ്റി നടന്ന് നോക്കിയിട്ട് ഒരു ഗുണമുള്ളവരെയും കണ്ടില്ല അവിടെയെന്നാണ് പറയുന്നത്. ആരെയും കണ്ടില്ലെന്ന്. യെരൂശലേമിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവിടെയും ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഗതി എന്താ? ദൈവം ചുറ്റി നടന്ന് നോക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ചുറ്റി നടന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ലെങ്കിൽ നമ്മുടെ ഗതി എന്താണ്? ദുഃഖിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യമാണ്. നമ്മളെപ്പോഴും പാടുമല്ലോ യെരൂശലേമിനെ കുറിച്ച്. നമുക്ക് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. യെരൂശലേമൻ ഇമ്പവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും, യെരൂശലേമൻ ഇമ്പവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും, ഈ ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും, ഈ ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. യെരൂശലേമിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അവിടെ എത്തേണ്ടതിന് വേണ്ടി നാം അങ്ങേയറ്റം നമ്മുടെ ഹൃദയത്തിൽ വാഞ്ചയുണ്ട് എങ്കിലും അതിനനുസരിച്ച് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാതിരിക്കുവാൻ ഇടവരരുത്.
സങ്കീർത്തന ഭാഗത്ത് ഇങ്ങനെ ഭാഗത്ത് 55-ാം സങ്കീർത്തനത്തിൻ്റെ 9, 10, 11 വാക്യങ്ങളോട് നമുക്ക്, ഞാൻ വാക്യം വായിച്ചു പോകുന്നതേ ഉള്ളൂ, നിങ്ങൾക്കറിയാമെങ്കിലും ഓർക്കാൻ വേണ്ടി. കർത്താവേ, സംഹരിച്ച് അവരുടെ നാവുകളെ ചിന്തിക്കളയണമേ. ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു. രാവും പകലും അവർ അതിന്റെ മതിലുകളിന്മേൽ ചുറ്റി സഞ്ചരിക്കുന്നു. നീതികേടും കഷ്ടവും അതിന്റെ അകത്തുണ്ട്. ദുഷ്ടത അതിന്റെ നടുവിലുണ്ട്. ചതിവും വഞ്ചനയും അതിന്റെ വീഥികളെ വിട്ടുമാറുന്നതുമില്ല. ഞാനിത് വിസ്തരിക്കുന്നില്ല. നിങ്ങൾ പുസ്തകമുള്ളവർ നോക്കുകയും കേൾക്കുകയും ചെയ്തല്ലോ. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നുവോ, അങ്ങനെയുള്ള ഏതെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ, എൻ്റെ സഹോദരനോട്, എൻ്റെ സഹോദരിയോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ള ചിന്ത അവർക്കൊരനുഗ്രഹമായിരിക്കാൻ ഇടയാക്കണമേ എന്ന് ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ദൈവവചനത്തിന് ഒരിക്കലും മാറ്റമില്ല. ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വചനമാണ്. ദൈവം ചോദിക്കുമെന്നുള്ളതിന്, ദൈവം കണക്കിടുമെന്നുള്ളതിന് 2 പക്ഷമില്ല. നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ മുൻപിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുമോ? രാത്രിയാമങ്ങൾ നാം ഉറങ്ങുമ്പോൾ നമ്മുടെ മറ്റേ കൂട്ടു സഹോദരന്മാർ പലരും ദൈവഭാഗത്തേക്ക്, നമ്മുടെ സ്വന്തക്കാർ, വേണ്ടപ്പെട്ടവർ വരാതെ ഞാൻ അവരെക്കുറിച്ച് അറിയുന്നില്ലെന്ന് പറയാൻ ദൈവത്തോട് നമുക്ക് കഴിയുകയില്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവഭാഗത്തേക്ക് അവരെ ആനയിക്കുവാൻ കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സന്തോഷിക്കും എന്നുള്ളതിന് 2 പക്ഷമില്ല. നമ്മോടും ആ കാര്യം ചോദിക്കും. എൻ്റെയും നിങ്ങളുടെയും സഹോദരൻ എവിടെ എന്ന ചോദ്യത്തിന് മറുപടി പറയുവാൻ നാം ബാധ്യസ്ഥരാണ്. സങ്കീർത്തനം 2:12 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുമപ്പി. ദൈവമക്കളെ, വലിയ വലിയ തിയോളജിക്കൽ ടേംസ് പഠിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. ഞാനും കുറച്ച് പഠിച്ചിട്ടുള്ളത്, എനിക്ക് അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ലെങ്കിലും അതിനേക്കാൾ ഉത്തമം കണ്ണുനീരോടുകൂടെ ദൈവവചനം വായിച്ച് അതിലാശ്രയിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ദൈവത്തോട് നിരപ്പ്, എൻ്റെ സഹോദരന്മാരോട് നിരപ്പ് പ്രാപിച്ച് വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവം നൽകുന്ന അവസരമാണ് ഏറ്റവും വലിയത്. പരിശുദ്ധാത്മാവിനെ അങ്ങനെയാണ് നമുക്ക് ദുഃഖിപ്പിക്കാതിരിക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തോട് അടുത്തു പോകുവാൻ എപ്പോഴും ദൈവം നമുക്ക് സഹായിക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരായിട്ടല്ല, അതിനെ നമ്മിൽ വളർത്തി കാത്തു സൂക്ഷിച്ച് ദൈവഹിതപ്രകാരം ജീവിപ്പാനുള്ള ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നമ്മുടെ ചെവികളെ ചായ്ക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ മക്കളായ നാം എല്ലാവരും വളരെ കരുതേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ലോകസുഖങ്ങളിലും നിലനിൽക്കാത്ത ഔന്നത്യങ്ങളിലും ധനമോഹ ചുറ്റുപാടുകളിലും പെരുകുന്ന തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കേണ്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നാം ഒരു പക്ഷേ പണ്ടുള്ളവരെ പോലല്ല. എൻ്റെ പിതാവ് ഒരു ദൈവദാസനായിരുന്നു, സുവിശേഷകനായിരുന്നു. അന്ന് ഇന്ത്യ പെന്തക്കോസ്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സഭകളൊന്നും ഉള്ള കാലമല്ല, ഒരു വിയോജിത കൂടി വരവാണ്. മഹാനായ അന്ന് ദൈവത്തിൻ്റെ ദാസനായിരുന്ന പാസ്റ്റർ കെ എബ്രഹാം അവരൊക്കെ ആ കാലത്തിന് ഒരല്പം കൂടെ മുൻപേ വന്നു എന്നുള്ളത്. എന്നാൽ അവിടെ നിന്ന് അതിനുശേഷം കുക്ക് സാഹിബിനോട് കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച കാലങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, വിശുദ്ധിയോടെ ജീവിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മെ സഹായിക്കത്തില്ല. അവസാനം നാം വരാതിരിക്കേണ്ടതിന് ആ പെരുകുന്ന തിന്മകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് നിലവിളിക്കാം. ദൈവത്തിന് സ്തോത്രം. യഹോവേ, രക്ഷിക്കണമേ. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് നാം ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ലഭിച്ച സന്ദർഭങ്ങളിൽ ഏറ്റവും ചുരുങ്ങി പറയത്തക്കവണ്ണമുള്ള ഒരു രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതുകൊണ്ട് നിങ്ങളോടും നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനുള്ളത് ഇതാണ്. കർത്താവേ, ഞാനൊരു മിടുക്കനാകുന്നതിനേക്കാൾ, മറ്റുള്ളവരുടെ മുൻപിൽ കേമനാണോ കേമിയാണെന്നോ പറയുന്നതിനേക്കാൾ നിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ദുഃഖിപ്പിക്കാതെ എൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ ഇടവരുത്തണമേ. എൻ്റെ ഭാഷാശക്തി നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിരിക്കട്ടെ. എനിക്ക് ലഭിച്ച പണം നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിരിക്കട്ടെ. എൻ്റെ ആരോഗ്യം അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിനം പ്രതി മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമുക്ക് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങളിൽ
ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വസ്തരായിരുന്നാൽ അല്പത്തിൽ വിശ്വസ്തനെ എന്ന ആ ഒരു നല്ല വാക്ക് കേൾക്കുവാൻ ദൈവം നമുക്ക് ഇടവരുത്തും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എനിക്ക് ലഭിച്ച സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ വിധത്തിലും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നാം കൂടി വന്ന സമയം മുതൽ ഇത്രത്തോളം ദൈവിക ആലോചനകൾ വിവിധ നിലകളിൽ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയുടെ സ്റ്റേറ്റുകളിൽ കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടുന്ന, കർത്താവ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തൻ്റെ ഭൃത്യന്മാരുടെ സാക്ഷ്യങ്ങൾ, അവിടെയുള്ള പ്രവർത്തനങ്ങൾ നാം കേട്ടു. അവകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് അവരറിയിച്ചിരിക്കുന്നത്. നാം പ്രത്യേകാൽ അവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ വയലുകൾ, സ്തോത്രം, ഈ നാളുകൾ ദൈവത്തിനു വേണ്ടി ദൈവത്തെ നാമത്തിനു വേണ്ടി വിതയ്ക്കപ്പെടുവാൻ, അനുഗ്രഹീതമായ ഫലങ്ങൾ കൊയ്യപ്പെടുവാൻ നമുക്കോർത്ത് പ്രാർത്ഥിക്കാം. അവസാനമായി കർത്താവിൻ്റെ ദാസന്മാരിൽ കൂടെ അനുഗ്രഹീതമായ ദൈവിക ആലോചനകളും നാം കേട്ടുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ് അവറുകൾ നമ്മോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിച്ചു. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറയുന്നു. സ്തോത്രം. ദൈവിക ശബ്ദം നമ്മുടെ കാതുകളിൽ വരുമ്പോൾ, ദൈവവചനം നമ്മുടെ കാതുകളിൽ കേൾക്കുമ്പോൾ, ഞാൻ ഈ വചനത്തോട് എങ്ങനെ പ്രതികരിക്കണം, ഈ വചനം എനിക്കെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിപ്പാൻ നാം ബാധ്യസ്ഥരാണ്. സ്തോത്രം. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പിരിഞ്ഞു പോകും മുൻപേ ഇങ്ങനെ പറയാം: ഒരു ഭക്തനായി ജീവിപ്പാൻ ഞാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു. കർത്താവ് എനിക്ക് തരുന്ന ജീവിതകാലം വിശ്വസ്തനായിരിക്കാൻ ഞാനിതാ ദൈവസന്നിധിയിൽ എന്നെ സമർപ്പിക്കുന്നു. സ്തോത്രം. ഭക്തന്മാരെ ദൈവം നിലനിർത്തേണ്ടതിനായി പ്രാർത്ഥിക്കണം. വിശ്വസ്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ദാസനിൽ കൂടെ ദൈവം നൽകിയ ആലോചനകൾക്കായി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തൻ്റെ ഭൃത്യന്മാരെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ശക്തിയോടെ ഉപയോഗിക്കട്ടെ എന്ന് പിന്നെയും പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഉള്ള കൂടിവരവിനെ ഓർത്ത് നാം പ്രത്യേകം പ്രാർത്ഥിക്കണം. മാത്രമല്ല 4:30 മുതൽ കുമ്പനാട് ഹെബ്രോൺ ചാപ്പലിൽ വെച്ച് യൂത്തിൻ്റെ പ്രവർത്തനം, അതിൻ്റെ പ്രത്യേക മീറ്റിംഗ് നടക്കുന്നുണ്ട്. നിങ്ങളിൽ താല്പര്യമുള്ളവർ അവിടെ പോയി അതിൽ പങ്കെടുക്കേണ്ടതിനായിട്ടും പ്രത്യേകാൽ ഓർപ്പിക്കുന്നു. നാം കൂടി വന്ന ശേഷം നാം കർത്താവിന് വേണ്ടി അർപ്പിച്ചതായ സ്തോത്ര വഴിപാടിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേക പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന മാതാവിൻ്റെ വിടുതലിന് വേണ്ടിയും നാം പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ ഇത്രത്തോളം സഹായിച്ചതിനാൽ ഒരു വട്ടം കൂടെ ഹൃദയം തുറന്ന് തങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുമോ? കർത്താവിന് സ്തോത്രം. ഗായക സംഘം ഒടുവിലായി ഒരു പാട്ട് പാടണമോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആവശ്യമില്ല, ഒടുവിലൊരു പാട്ടില്ലാതെ പിരിഞ്ഞു പോകുവാൻ കഴിയുമെന്ന്. ദീർഘമായ 40-ൽ പരം വർഷങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ. ഇന്നുവരെ എൻ്റെ സഭയിൽ ഞാൻ തമ്പേർ ഉപയോഗിക്കാതെ പരിശുദ്ധാത്മ നിറവിൻ്റെ ആരാധന നടത്തുന്നവനാണ്. തമ്പേർ ഉപയോഗിക്കുന്ന തെറ്റാണെന്ന് പറയുകയല്ല, യാതൊരു മറ്റ് വാദ്യ ഉപകരണങ്ങളും ഇന്നയോളം ഉപയോഗിക്കുന്നില്ല. കോഴഞ്ചേരി പട്ടണത്തിൽ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഒരു വാടക വീടെടുക്കുവാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെയുള്ള ഇതര സമുദായസ്ഥരായ ആളുകൾ ഒരു വീട് തരാൻ മടിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ തമ്പേർ കൊട്ടി ബഹളമുണ്ടാക്കും, തമ്പേർ കൊട്ടിയെങ്കിലേ നിങ്ങൾക്ക് ആത്മാവ് വരത്തുള്ളൂ, പാട്ടും തമ്പേറും ഇല്ലാതെ നിങ്ങൾക്ക് ആത്മാവ് വരത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ശല്യമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ പട്ടണത്തിൽ നിങ്ങൾക്ക് വേണ്ടി, അന്ന് കോഴഞ്ചേരി പട്ടണത്തിൽ കർത്താവിൻ്റെ വേല പെന്തക്കോസ് പ്രവർത്തനങ്ങളില്ല. 1979 പ്രൈസ് ദി ലോർഡ് ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളൊരു വാടക മുറി എനിക്ക് തരുമെങ്കിൽ, ഒരു കെട്ടിടം തരുമെങ്കിൽ ഞാൻ ഒരിക്കലും തമ്പേർ ഉപയോഗിക്കത്തില്ല, ഉപയോഗിക്കാതെ ആരാധന നടത്തിക്കൊള്ളാമെന്ന്. എന്നിട്ടും അവർ തന്നില്ല.
അവസാനമായി വളരെ ബുദ്ധിമുട്ടി ഒരു ചെറിയ മുറി 10 പേർക്ക് ഇരിക്കാവുന്ന ഒരു മുറി എടുത്താണ് ആരാധന ആരംഭിച്ചത്. എന്നാൽ ഇന്ന് ഏതാണ്ട് 1000 പേർക്ക് ഇരിക്കാവുന്ന മനോഹരമായ ഓഡിറ്റോറിയവും ഹോളും ഒക്കെ അവിടെ ഉണ്ടാക്കുവാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്താണിത് പറഞ്ഞതെന്നറിയാമോ? അവസാനം ഒരു പാട്ട് പാടി പിരിഞ്ഞു പോകുന്നത് നല്ലതാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി നാം ഈ ദിവസങ്ങൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ നമുക്ക് ഒരു പാട്ട് പാടി ഒരുമിച്ച് ആരാധിച്ച് പിരിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നാം കേട്ട വചനം, നാം കേട്ട ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ തീനാളങ്ങളായി തീരണം. യഥാർത്ഥ ഭക്തന്മാർ, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച ഒരു ദൈവ പൈതൽ, സ്തോത്രം, ഏത് സാഹചര്യങ്ങളിലും ദൈവത്തെ ആരാധിച്ച് ദൈവകൃപയുടെ ശക്തിയിൽ നിൽക്കുന്നവരായിരിക്കും. നമുക്കെല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. അതിനു മുൻപേ അല്പസമയങ്ങൾ ഹൃദയം തുറന്ന് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. വലിയ ശബ്ദ കോലാഹലം ഉണ്ടായില്ലെങ്കിലും പ്രശ്നമില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യണം, നാം പിന്നിട്ട മിനിറ്റുകളൊക്കെ ദൈവിക സാക്ഷ്യങ്ങൾ, ദൈവത്തിൻ്റെ വചനം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നാം കേവലം കേൾവിക്കാരായിരുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ യൗവണ്ണം ഇരിക്കുന്നു. ഇത് നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു ചലനമുണ്ടാക്കിയിട്ടുണ്ടോ? സ്തോത്രം. അല്പസമയങ്ങൾ നാം കേട്ട വചനങ്ങളെ നമുക്ക് ധ്യാനിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്കെല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൈകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി സ്തോത്രം, നമ്മുടെ ദൈവത്തെ അല്പസമയങ്ങൾ നമുക്ക് സ്തുതിച്ചു കൊണ്ടിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമെങ്കിൽ, നാം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നാം പിരിഞ്ഞു പോകുന്നതിന് മുൻപേ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരു വലിയ അനുഗ്രഹം, ഒരു വലിയ വിടുതൽ, ഒരു വലിയ ശക്തി പ്രാപിച്ചുകൊണ്ട് മടങ്ങി പോകുവാൻ കഴിയും. ദൈവജനമേ ദൈവത്തെ ആരാധിപ്പീൻ, ദൈവജനമേ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പനിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം, നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹീതമായ കൂടിവരവ്, നല്ല വചന കേൾവി, അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ ദൈവം നമുക്ക് നൽകിയല്ലോ. നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം, നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സജി മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് നമുക്ക് യോഗം അവസാനിപ്പിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഇന്ന് പകൽ വളരെ വ്യക്തമായി ദൈവാത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിലവാരം അറിഞ്ഞ് സുവിശേഷത്തിന് വേണ്ടി പിന്നെയും പോരാടുവാൻ ഞങ്ങളെ സജ്ജരാക്കുന്ന ആത്മീയ വചനങ്ങൾ ഇന്ന് പകൽ നൽകിയതിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഞങ്ങൾ ഇടപെട്ടതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുവാൻ വചനമാകയാൽ കർത്താവെ, നിർജ്ജന പ്രദേശത്തേക്ക് പീലിപ്പോസിനെ അയച്ച് അവിടെയും അവിടുത്തെ അത്ഭുതം വെളിപ്പെടുത്തിയെങ്കിൽ, കർത്താവ് എത്യോപ്യ ഒരു ക്രൈസ്തവ രാഷ്ട്രമാക്കി മാറ്റിയെങ്കിൽ, ഇന്ന് പകൽ ഞങ്ങളെ കേൾപ്പിച്ച വചനം ഞങ്ങൾ സമ്പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവെ, ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം പോയി അങ്ങയുടെ മഹത്വമേറിയ വചനം അറിയിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമേ എന്ന് അവിടുത്തെയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. പത്രോസ് യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞുവെങ്കിലും അവന് വേണ്ടി അവൻ സ്തോത്രം കരുതി വെച്ച അപ്പം കൊടുത്തവനെ മാനിച്ച ദൈവമേ, ഇന്ന് പകൽ ഞങ്ങൾ പലപ്പോഴും അവിശ്വസ്തരായി മാറിയ സാഹചര്യങ്ങളിലും എൻ്റെ യേശു വിശ്വസ്തനായി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ തള്ളിക്കളയാതെ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഈ കാലഘട്ടം ഒരു തീക്കഷണമാക്കി സ്വർഗ്ഗം ഉപയോഗിക്കണമേ. യഹോവയെ രക്ഷിക്കണമേ. ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. കർത്താവ്, വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ
ഇന്ന് ഇവിടെ വചനം കേട്ട വ്യക്തികൾ വിശ്വസ്തരായി അവരെ ആക്കി വെച്ച സ്ഥലത്ത് അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി തുടരുവാൻ സഹായിക്കുമാറാകണമേ കർത്താവേ. ഞങ്ങളെ ഇന്ന് പകൽ ശക്തീകരിക്കണമേ. റീബാല ശംദൽ കമന വൈഷമാന ഒരത്ഭുതത്തിൻ്റെ ശുശ്രൂഷ ഞങ്ങളുടെ ശരീരത്തിൽ ഇന്ന് പകൽ പകരുമാറാകണമേ. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ, കർത്താവ് വിവിധ രാജ്യങ്ങളിൽ യേശുവിനെ സാക്ഷീകരിപ്പാൻ ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ സൗഖ്യമില്ലാതെ ഭാരപ്പെട്ട പ്രിയമാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ കർത്താവ് അയക്കണമേ. അങ്ങയുടെ വേലയെ മാനിച്ച് സ്നേഹിച്ച് അർപ്പിച്ച ധനശേഖരണത്തെ അവിടുത്തെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് പ്രതിഫലം കൊടുക്കണമേ എന്നവിടുത്തെയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് നല്ല സാക്ഷ്യം അങ്ങ് കേൾപ്പിച്ചതിനായി സ്തോത്രം. അരുണാചൽ പ്രദേശിലും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ ബലഹീന കരമുയർത്തി ഞങ്ങൾ അരുണാചൽ പ്രദേശിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമേ, അവിടെ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകനെയും അമേൻ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെയും സ്വർഗ്ഗം ഉപയോഗിക്കുമാറാകണമേ. 135 വേലസ്ഥലങ്ങൾ സ്വർഗ്ഗം നൽകിയതിനായി സ്തോത്രം. ഇനിയും ധാരാളം പുതിയ വേലസ്ഥലങ്ങൾ എടുക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ആസാമിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെ ഒരു വലിയ ഉണർവ് അയക്കണമേ. ഈ കുമ്പനാട് കൺവെൻഷനിൽ ഞങ്ങൾ ഒരു മനസ്സോടെ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആസാമിലൊരു വലിയ ഉണർവ് അയക്കണമേ കർത്താവേ. ജാർഖണ്ഡിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 106 പര സഭകളെ അവിടെ കൊടുത്തതിനായി സ്തോത്രം. 22,000 ഗ്രാമങ്ങൾ യേശുവിനെ അറിയാതെ ഇരിക്കുമ്പോൾ ജാർഖണ്ഡിലെ വേല സുഗമമായി മുന്നേറുവാൻ ആയിരക്കണക്കിന് സുവിശേഷകരെ സ്വർഗ്ഗത്തിലേക്ക് അയക്കുമാറാകണമേ കർത്താവേ. അവിടെ വലിയ അത്ഭുതം കർത്താവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയാനയ്ക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 120 പരം വേലസ്ഥലങ്ങൾ സ്വർഗ്ഗം നൽകിയതിനായി സ്തോത്രം. 147 പരം ചർച്ചുകളെ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നതിനാ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അവിടെ വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തതിനാ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങളെ കർത്താവ് മാനിക്കുമാറാകണമേ. ഹിമാചൽ പ്രദേശിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെയും ധാരാളം ആത്മാക്കളെ നൽകണമേ. അഭിഷിക്തരായ ഞങ്ങളുടെ ബലഹീനമായ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഹിമാചൽ പ്രദേശിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വേലയെ പ്രതികരിച്ച് ഈ കുമ്പനാട് കണ്ണൊരു സാക്ഷ്യം പറഞ്ഞല്ലോ. ദൈവത്തിന് പരിശുദ്ധാത്മ അത്ഭുതം ചെയ്യുമാറാകണമേ. കർത്താവിന്റെ ദാസന്മാരുടെ മടങ്ങി ചെല്ലുമ്പോൾ 100 കണക്കിന് സഭകൾ പുതിയ വേലസ്ഥലങ്ങൾ ഉടലെടുക്കുവാൻ സ്വർഗ്ഗം ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഈ മീറ്റിംഗ് അധ്യക്ഷത വഹിപ്പാൻ പ്രിയമോന ചമ്പാശ്രയെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെയും ശക്തീകരിക്കുമാറാകണമേ. കോഴഞ്ചേരിലെ വേലയെ കർത്താവ് അനുഗ്രഹിക്കണമേ. ധാരാളം ആത്മാക്കളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ വചനം കേട്ട എല്ലാ വിശ്വാസികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. മഹത്വം കർത്താവ് എടുക്കണം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും വടക്കേ ഇന്ത്യയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളോടും വിശേഷാൽ ഇന്ന് വൈകിട്ടും നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ.